ഹല്ലേലൂയ 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 ഏറ്റവുമെല്ലാം പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾക്ക് സന്തോഷമാണോ? പഠിച്ചു. നിങ്ങൾക്ക് സന്തോഷമാണോ? ഓക്കെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞേ ശക്തമായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബൈബിൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഓഫീസിൽ ലഭിക്കും. 260 രൂപയാണ് ഇവിടെ വിതരണം ചെയ്യുന്ന ബൈബിളിൻ്റെ വില. അപ്പോൾ ബൈബിള് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് വാങ്ങാം. ഇനി ആർക്കെങ്കിലും പണമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛനെ കണ്ടാൽ സൗജന്യമായിട്ട് അവർക്ക് ബൈബിൾ ലഭിക്കുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് എന്നാൽ പണമില്ലെങ്കിൽ, പണമില്ലാത്തവർക്ക് ബൈബിൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാം. ശക്തമായ ഒരു കൃപയിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അന്തരീക്ഷം എല്ലാം മാറിയിട്ടുണ്ട്. ഇന്നലത്തെ ഒരവസ്ഥയല്ല. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ ഒന്നുമില്ലായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തു ഒന്ന് കയറി വരാൻ വേണ്ടി. അതായത് നമുക്കറിയാതെ വന്ന് നിൽക്കുമ്പോൾ തന്നെ വട്ടപൂജ്യമായിരുന്നു. പക്ഷേ കയറി വന്നു. എന്നാൽ ഇപ്പം നിങ്ങൾ പകലൊക്കെ വന്ന് പ്രാർത്ഥിച്ചോ? ഒന്ന് കൈവക്കേക്ക് എത്ര പേര് വന്നു? ഹല്ലേലൂയ. കേട്ടോ, വന്നവർക്ക് വേണ്ടി പ്രത്യേകം കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളെ പ്രത്യേകം ദൈവം അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അന്തരീക്ഷം മാറി. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് സാന്നിധ്യമുണ്ട്. നമുക്കറിയാൻ പറ്റും അത്. ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ കിടന്ന് വിഷമിക്കും, കിടന്ന് ഇങ്ങനെ ഭാരപ്പെടും, കിടന്ന് സ്ട്രഗിൾ ചെയ്യും. കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ നല്ല ഫ്രീ ആയിരിക്കും. അപ്പം ഞാൻ നല്ല ഫ്രീ ആണ്, എനിക്കൊരു ഭാരമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അത് ഞാൻ അങ്ങനെ തുറന്നു പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ അത്രയും പ്രാർത്ഥന ഇങ്ങനെ കയറ്റി ഇട്ടാലേ കർത്താവിൻ്റെ പ്രവർത്തികൾ നടക്കത്തുള്ളൂ. നമ്മളല്ലാതെ ഇങ്ങനെ ഒന്നും നടക്കില്ലത്. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ആര് വന്നു എന്നുള്ള വിഷയമൊന്നുമല്ല. ദൈവം വരണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? അതെന്ന് വെച്ചാൽ ദൈവം വരണം. ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയണം. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിതങ്ങൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും, ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങൾ പ്രാർത്ഥിച്ചവർക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി കൂടുതൽ പ്രാർത്ഥിക്കുന്ന, രാത്രി ചെന്നിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുക, നാളെ പകൽ സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ വന്ന് പകൽ സമയത്തൊക്കെ വരാൻ പറ്റുന്നവരെല്ലാം വന്ന് ഈ ഹോളിനകത്ത്, ഈ ഗ്രൗണ്ടിനകത്ത്, ഈ ചുറ്റുപാടും എല്ലാം നടന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഈ അന്തരീക്ഷം മുഴുവൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ നടക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു കാര്യം മാത്രം നമ്മൾ തേടുകയാണ്.
എന്താണ് ആ കാര്യം? കർത്താവിൻ്റെ സാന്നിധ്യം. കർത്താവിൻ്റെ സാന്നിധ്യം. അപ്പം ദൈവത്തെ അന്വേഷിക്കുക. വേറെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തെ അന്വേഷിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ച് ദൈവത്തെ ആരാധിക്കുക, വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടും. 27-ാം സങ്കീർത്തനം എടുക്കാം. 27-ാം സങ്കീർത്തനം വചനം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, കൊണ്ടുവന്നെന്ന് വിചാരിക്കുന്നു. ഇനി എടുക്കുക, പെട്ടെന്ന് എടുത്ത് വായിക്കുക. അല്പസമയം ബൈബിൾ എടുക്കാൻ പരിചയമില്ലാത്തവർക്ക് വേണ്ടി കൂടി കൊടുക്കാം, എന്നിട്ട് അതെടുത്ത് വായിക്കാം അല്പസമയം. അപ്പോൾ വേഗം എടുക്കാം. 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം. 27-ാം സങ്കീർത്തനം 4-ാം തിരുവചനം ഉറക്കെ വായിക്കാം. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. എന്നോട് വായിക്കാം. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും. നോക്ക് എന്ത് മനോഹരമാണത്. കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ അമ്മ എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ വീട് മുതൽ പള്ളി വരെ അടിച്ചിട്ടുണ്ട്. ഒന്നല്ല പലതവണ. അങ്ങനെ അടിച്ചിട്ടുള്ളത് എന്തിനെന്നറിയാമോ? ഞാൻ വളരെ നല്ല കുട്ടിയായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഞാൻ വളരെ നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് എന്നെ വീട് മുതൽ പള്ളി വരെ അടിച്ചിട്ടുള്ളത്. ഒരു ദുഃഖവെള്ളിയാഴ്ച ഞാൻ ഓർക്കുന്നുണ്ട്, രാവിലെ പള്ളിയിൽ പോയപ്പോൾ എന്നെ വീട് മുതൽ പള്ളി വരെ അടിച്ചു. അടിച്ചത് എന്തിനെന്ന് വെച്ചാൽ എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ല. പള്ളിയിൽ പോയി കുറേ മണിക്കൂറുകൾ ഇങ്ങനെ നിൽക്കണം, അതെനിക്കിഷ്ടമില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്, 6-7 വയസ്സൊക്കെ പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമാണ്, എന്നാൽ എനിക്കിഷ്ടമല്ല പള്ളിയിൽ പോകാൻ. അപ്പോൾ എന്നെ അമ്മ വീട് മുതൽ പള്ളി വരെ അടിച്ചിട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ച വീട് മുതൽ പള്ളി വരെ അടിച്ചു. അടിയെല്ലാം കൊണ്ട് പള്ളി ചെന്നപ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും അടി കൊണ്ടു, ഇനിയിപ്പോൾ വീട്ടിൽ പോയേക്കാന്ന് ഓർത്തു. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഞാൻ അന്നേ വളരെ ലോജിക്കലായിരുന്നു, എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. എന്തായാലും അടി കൊണ്ടില്ലേ, ഇനിയിപ്പം അടി വാങ്ങിച്ച് കെട്ടി, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? നേരെ ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ അമ്മ ഇപ്പോഴും പറയും, നല്ല ആരോടോട് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു, ആ കണക്ക് ഞാൻ തീർത്തിട്ടില്ല അമ്മയോട്, അന്ന് പോയി ഇനി സമയം കിട്ടിയില്ല. അതായത് എന്താണ്, അമ്മ പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ആടി ഇരിപ്പുണ്ടെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പള്ളിയിൽ പോകുന്നത് ഇഷ്ടമല്ലാതിരുന്ന ഒരാളെ 365 ദിവസവും പള്ളിയിൽ നിന്ന് മാറാത്തൊരവസ്ഥയിലാക്കുന്നവൻ്റെ പേരാണ് ദൈവം. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലാതായി, അതായി ജീവിതം. അപ്പോൾ ഇവിടെ പറയുകയാണ്, പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാത്മാവല്ല, ഇവിടെ ദേവാലയത്തിൽ പോകാൻ, ദേവാലയത്തിൽ കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ, അവിടുത്തെ മുമ്പിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് പറയുകയാണ്, ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, ഒരു കാര്യം മാത്രം, എനിക്ക് ഒരു കാര്യം മാത്രം മതി. എന്താണത്? കർത്താവേ, അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ആലയത്തിൽ വസിക്കാൻ തന്നെ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ, എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കാൻ. ഇനി എന്നെ ശ്രദ്ധിക്കുക, ഇങ്ങനെ ആയിരിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ ശല്യപ്പെടുത്തുന്നത് ആരാണ്? നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. കർത്താവിനോട് കൂടെ ആയിരിക്കാൻ നമ്മുടെ ആത്മാവിന് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ 63-ാം സങ്കീർത്തനത്തിൽ വായിച്ചത്. എന്നാൽ ഇങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ആരാണ്? പറയൂ. സാത്താനല്ല. അതിന് തടസ്സം നിൽക്കുന്നത് ആരാണെന്ന് കർത്താവ് യേശു മിശിഹാ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം എടുക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. മത്തായി 26:41. മാത്യു 26:41. മത്തായി 26:41 ഉച്ചത്തിൽ വായിക്കുക. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഒന്നുകൂടെ വായിക്കാം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ
നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അടുത്ത വാക്യം, ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. അപ്പോൾ ആരാണ് തടസ്സമുണ്ടാക്കുന്നത്? ശരീരം. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ആത്മാവ് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ശരീരം അതിന് സമ്മതിക്കുന്നില്ല, ശരീരം അതിന് തയ്യാറല്ല, ശരീരം അതിന് വഴങ്ങുന്നില്ല. അപ്പോൾ ആത്മാവ് സന്നദ്ധമാണ്, ശരീരം ബലഹീനമാണ്. ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ശരീരം തടസ്സം സൃഷ്ടിക്കും. ശരീരം എന്ത് ചെയ്യുന്നറിയാമോ? ശരീരത്തിൻ്റെതായ സുഖങ്ങളും സന്തോഷങ്ങളും ശരീരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ശരീരം ചോദിക്കുന്ന സുഖങ്ങൾ 3 ഒന്നാമത്തേത് ഭക്ഷണം, രണ്ടാമത്തേത് ഉറക്കം, മൂന്നാമത്തേത് മറ്റ് സുഖങ്ങൾ. ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 1 ആഹാരം, 2 ഉറക്കം, 3 മറ്റു സുഖങ്ങൾ, ശരീരത്തിൻ്റെ മറ്റു സുഖങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കണം, ശരീരം എപ്പോഴും ഒരു തടസ്സം ഉണ്ടാക്കുന്ന ആളാണ്. യോഹന്നാൻ 6:63, യോഹന്നാൻ 6:63, ജോൺ 6:63, യോഹന്നാൻ 6:63 ഉച്ചത്തി വായിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഒന്നുകൂടെ വായിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരീരം ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സമാണ് എന്നാണ് അവിടുത്തെ ഒരർത്ഥം. ശരീരം ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ആത്മാവിൽ ഉണരുന്നതിന്, ആത്മീയമായി ഉണർവുണ്ടാകുന്നതിന്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നൊരു മേഖല ഏതാണ്? ശരീരമാണ്. ശരീരം. അതുകൊണ്ട് അപ്പസ്തോലന്മാർ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം, 6-ാം അധ്യായത്തിൽ, റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 12 മുതൽ വായിക്കാം. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഉറക്കെ വായിക്കണം. വചനം വായിക്കുമ്പോൾ അഭിഷേകം കയറി വരും. വായിക്കാം, വായിച്ചേ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. ഇത് വെക്കാൻ ഒരു ശാന്തി തരാമോ? അപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അടുത്ത വാക്യം, പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും, ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങളുടെ അവയവങ്ങളെ എന്ത് ചെയ്യണം? ദൈവത്തിന് സമർപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കണ്ണുകളെ, കാതുകളെ, നാവിനെ, അവയവങ്ങളെ, കൈകാലുകളെ, ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ഒരു കാര്യം. ശരീരം ആത്മീയ കാര്യത്തിന് തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ വായിക്കാം. അത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കണം. അടുത്ത വാക്യം, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. എപ്പോൾ? നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാൽ. പിടികിട്ടുന്നോ? അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാൽ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാൽ നിങ്ങൾ നിയമത്തിൻ്റെ കീഴിൽ നിന്ന് കൃപയുടെ കീഴിലേക്ക് മാറും. അവയവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരും. പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കാൻ പോകുമ്പോൾ കുർബാനയിൽ നന്നായിട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ, എൻ്റെ ശരീരത്തിന് കർത്താവേ ഒരു കൃപ തരണമേ എന്ന് പറഞ്ഞ് ശരീരത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശരീരം തടസ്സം ഉണ്ടാക്കാതിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ.
മനസ്സിലായിക്കോണം. അതായത് നമ്മുടെ ശരീരമാണ് തടസ്സം. നമ്മൾ ഈ സാത്താനാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സാത്താൻ ഉണ്ടാക്കുന്ന തടസ്സം വേറെയുണ്ട്. സാത്താനേക്കാൾ നമ്മൾക്ക് ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശരീരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആത്മീയ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഉണ്ടാക്കുന്നത് സാത്താനാണെന്നാണ്. ആത്മീയ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും വരുന്ന സാത്താനിൽ നിന്നല്ല. ആത്മീയ ജീവിതത്തിലെ തടസ്സങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും 3 മേഖലയിൽ നിന്നാണ്. ഒന്നാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം. ഒന്നാമത്തെ മേഖല ജഡം. 2 ലോകം. 3 പിശാച്. എന്ന് പറഞ്ഞേ ജഡം, ലോകം, പിശാച്. ഒന്നുകൂടെ പറഞ്ഞേ ജഡം, ലോകം, പിശാച്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ആത്മീയമായി ഉണരുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നത് 1 ജഡം. ഒന്നാമത്തേത് ഏതാണ്? ജഡം. ഇപ്പം എല്ലാം പിശാചിൽ നിന്ന് വരുന്നതല്ല, ചിലത് ലോകത്തിൽ നിന്ന് വരുന്നതാണ്. ലോകത്തിൻ്റെ സ്വാധീനം. മനസ്സിലായോ? ലോകത്തിൻ്റെ സ്വാധീനം അത് വലിയ വലിയ സ്വാധീനം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ സ്വാധീനമാണ് ലോകത്തിൻ്റെ സ്വാധീനം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സമ്പർക്കങ്ങളിലും പോയി പെടരുത്. ലോകത്തുള്ള എല്ലാ യൂട്യൂബ് ചാനലും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റില്ല. ലോകത്തുള്ള എല്ലാ ആളുകളും പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ട് അതിൻ്റെ വഴിക്ക് പോയാൽ ആത്മീയമായിട്ട് വളരാൻ പറ്റില്ല. ലോകത്തിൻ്റെ സ്വാധീനം വലുതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ അരൂപി, അന്തരീക്ഷ ശക്തികളുടെ അധിപൻ എന്നൊക്കെയാണ് അതിനെ ഈശോ വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലോകം പോട്ടെ, പറയാൻ സമയമില്ല. ലോകം നമ്മുടെ ശത്രുവാണ്. ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ലോകവും മനുഷ്യരും അല്ല, മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ, പ്രബോധനങ്ങൾ, അതെല്ലാം നമ്മളെ ആത്മീയമായിട്ട് തളർത്തിക്കളയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസികൾ നല്ല കൃപയുള്ള കൂട്ടായ്മകളോട് മാത്രമേ ചേർന്ന് നിൽക്കാവൂ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത ക്ഷയിച്ചു പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ 1 ജഡം, 2 ലോകം, 3 പിശാച്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, അപ്പോൾ പിശാചിനെ എന്ത് ചെയ്യണം? പിശാചിനെ ബഹിഷ്കരിക്കണം. മനസ്സിലായോ? കാസ്റ്റ് ഔട്ട് ദ ഡീമൻ, കാസ്റ്റ് ഔട്ട് ദ ഡീമൻസ്, കാസ്റ്റ് ഔട്ട് ഈവിൾ സ്പിരിറ്റ്. പിശാചിനെ ബഹിഷ്കരിക്കണം. ജഡത്തെയോ? ജഡത്തെ കുരിശിൽ തറയ്ക്കണം. ആത്മീയമായിട്ട് വളരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ പിശാചിനെ ബഹിഷ്കരിക്കണം. പിശാചിനെ എന്ത് ചെയ്യണം? പിശാചിനോട് അനുരഞ്ജന സംഭാഷണമൊന്നും നടക്കത്തില്ല. പിശാചിനെ ബന്ധിക്കണം, ബഹിഷ്കരിക്കണം. പിശാചിനോട് മാറിപ്പോകാൻ പറയണം യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ ജഡത്തെ എന്ത് ചെയ്യണം? ജഡത്തോട് നമ്മളിപ്പോൾ പറയുകയാണ് ഒരു വ്യഭിചാരാസക്തി പോട്ടെ 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 എന്ന് പറഞ്ഞാൽ അത് പോകത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഭക്ഷണാസക്തി പോട്ടെ 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 എന്ന് പറഞ്ഞാൽ അത് പോകത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. കുശുമ്പ്, എൻ്റെ കുശുമ്പ് പോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുശുമ്പ് പോട്ടെ, പോകത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പിശാച് പോവും. വ്യഭിചാരത്തിൻ്റെ ഒരു അരൂപി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറഞ്ഞാൽ അത് പോവും. എന്നാൽ ജഡത്തിൽ നിന്ന് വരുന്നതൊന്നും ശാസിച്ചാൽ പോവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും മനസ്സിലാക്കിയിരിക്കണം, ജഡത്തെ ശാസിച്ചിട്ട് കാര്യമില്ല. ജഡത്തിൽ നിന്ന് വരുന്നത് പോകണമെങ്കിൽ ജഡത്തെ കുരിശിൽ തറയ്ക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. വായിച്ചേ റോമാലേഖനം 12-ാം അധ്യായം. അത് വായിക്കുന്നതിന് മുമ്പ് റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ മറ്റൊരു വചനം കൂടെ വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. റോമർ 6:19 വായിക്കാം. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കണം. കണ്ടോ? നീതിക്കെന്ന് പറഞ്ഞാൽ യേശുവിന് അടിമകളായി നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കണം. ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ശരീരത്തിൻ്റെ ആസക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ശരീരത്തിൻ്റെ ദുരാശകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ശരീരത്തിൻ്റെ വ്യഗ്രതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ശരീരത്തിൻ്റെ ദുർമോഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അത് ചെയ്യുന്ന കൂട്ടത്തിൽ റോമർ 12:1 മുതൽ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 12:1. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വായിക്കാം, വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഉപയോഗിക്കുന്ന വാക്ക് സജീവ ബലി, ലിവിങ് സാക്രിഫൈസ്.
പൗലോസ് അപ്പോസ്തലൻ ഈ തിരുവചനം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബലി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സാകെ നിറഞ്ഞിരുന്നത് 365 ദിവസവും പ്രഭാതത്തിൽ 9 മണിക്കും വൈകുന്നേരം 3 മണിക്കും ജെറുസലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിന് വെളിയിൽ സജ്ജീകരിച്ചു വെച്ചിരുന്ന ബലിപീഠത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ബലിയർപ്പണങ്ങളാണ്. ജെറുസലേം ദേവാലയത്തിലെ ബലിയർപ്പണങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ ബലി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബലിയെക്കുറിച്ചുള്ള അർത്ഥം, ബിംബം, ഓർമ്മ, കാഴ്ചപ്പാട്, കോൺസെപ്റ്റ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന കാഴ്ചപ്പാട് യേശുവിൻ്റെ കുരിശിലെ ബലിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബലി എന്ന് പറയുമ്പോൾ, ബലിയായി അർപ്പിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നിരുന്നത് 365 ദിവസവും ജെറുസലേം ദേവാലയത്തിൽ ഇടതടവില്ലാതെ മുടങ്ങാതെ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന മൃഗബലികളാണ്. ശ്രദ്ധിക്കുക, ആ മൃഗങ്ങളെ ബലിപീഠത്തിൽ വെക്കുന്നതിന് മുമ്പ് പാളയത്തിന് പുറത്ത് വെച്ച് ആ ബലിമൃഗങ്ങളെ കൊല്ലുമായിരുന്നു. ബലിമൃഗത്തെ പാളയത്തിന് പുറത്ത് വെച്ച് കൊന്നിട്ടാണ് അതിൻ്റെ അവയവങ്ങൾ മുറിച്ച് ബലിപീഠത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ബലിപീഠത്തിൽ വെച്ചത് ജീവിക്കുന്ന ഒരു മൃഗത്തെ ആയിരുന്നില്ല, ചത്ത ഒരു മൃഗത്തെ ആയിരുന്നു. അത് ജീവനില്ലാത്ത ഒരു ബലിയായിരുന്നു. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, ശരീരത്തെ നിങ്ങൾ ബലിയായിട്ട് അർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ ജീവനോടെ, സജീവ ബലി, മനസ്സിലാവുന്നോ? ജീവനോടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തെ മുറിച്ച് എവിടെ വെക്കണം? ബലിപീഠത്തിൽ വെക്കണം. അതെങ്ങനെയാണ് ശരീരത്തെ മുറിച്ച് ബലിപീഠത്തിൽ വെക്കുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. 2 രീതിയിലാണ് ശരീരത്തെ ബലിയായി കാഴ്ചവെക്കാൻ പറ്റുന്നത്. ഒന്ന് ശരീരത്തിലെ ഓരോ അവയവത്തെയും മുറിച്ച് കർത്താവിന് സമർപ്പിക്കണം. അതെങ്ങനെയാണ്? കർത്താവേ, എൻ്റെ കണ്ണുകളെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, ബലിപീഠത്തിൽ എൻ്റെ കണ്ണുകളെ ഞാൻ എടുത്തു വെക്കുന്നു, കാതുകളെ എടുത്തു വെക്കുന്നു, നാവിനെ എടുത്തു വെക്കുന്നു. ഇപ്പം ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ കയറുമ്പോൾ, ദൈവമേ, എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്തകളെ, എൻ്റെ ഓർമ്മയെ, എൻ്റെ നാവിനെ, ദൈവമേ, എൻ്റെ അനുഭവങ്ങളെ, ഓർമ്മകളെല്ലാം ഇതാ നിൻ്റെ പാദത്തിൽ ഞാൻ എടുത്ത് സമർപ്പിക്കുന്നു. കർത്താവ് സംസാരിക്കണമേ. അപ്പോൾ അത് സമർപ്പണമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിത് ചെയ്യുമോ ഞാൻ ഈ പറയുന്നതൊക്കെ? അതായത് ഈ ശരീരത്തെ കർത്താവിന് സമർപ്പിക്കണം, ഒന്നാമത്തെ. രണ്ടാമത്തേത്, ഈ ശരീരത്തെ കുരിശിൽ തറയ്ക്കണം. ശരീരത്തെ എങ്ങനെയാണ് കുരിശിൽ തറയ്ക്കുന്നത്? ശരീരം ചോദിക്കുന്നതെല്ലാം എപ്പോഴും കൊടുക്കരുത്. അതാണ് ശരീരത്തെ കുരിശിൽ തറയ്ക്കുക എന്ന് പറഞ്ഞത്. ശരീരം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഭക്ഷണം ചോദിക്കുമ്പോൾ ചില സമയത്ത് ശരീരത്തോട് പറയണം, ഇന്ന് ഞാൻ ഭക്ഷണം തരില്ല. അപ്പം ശരീരത്തെ കുരിശിൽ തറച്ചു. എല്ലാ ദിവസവും കട്ടിലേ കിടക്കുമ്പോൾ ഒരു ദിവസം ശരീരത്തോട് പറയണം, ഇന്ന് നിലത്ത് കിടന്നാൽ മതി. അപ്പോൾ ശരീരത്തെ കുരിശിൽ തറച്ചു. എല്ലാ ദിവസവും കാറ് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം പറയണം, ഇന്ന് ശരീരത്തോട് പറയണം, ഇന്ന് ബസ് യാത്ര ചെയ്താൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ദിവസവും ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ശരീരത്തോട് പറയണം, ഇന്ന് അവിയൽ കഴിച്ചാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. ശരീരത്തെ കുരിശിൽ തറയ്ക്കണം. ശരീരത്തോട് നോ പറയണം. ശരീരത്തെ ഞെരുക്കണം. ശരീരത്തെ എന്ത് ചെയ്യണം? പീഡിപ്പിക്കുകയല്ല, ശരീരത്തെ നിയന്ത്രിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് നിങ്ങളോട്. വായിക്കാം, 1 കൊരിന്തോസ് 9 27 വാക്യം. 1 കൊരിന്തോസ് 9:27. 1 കൊരിന്തോസ് 9:27 വായിക്കാം. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ശരീരം ചോദിക്കുന്ന എല്ലാം കൊടുത്തോണ്ടിരിക്കരുത്. കേട്ടോ അമ്മച്ചി? ശരീരം ചോദിക്കുന്ന എല്ലാം കൊടുക്കരുത്. ചില സമയത്ത് ശരീരത്തോട് പറയണം, ഇന്നത് തരില്ല. വെള്ളിയാഴ്ച തിരുസഭ നമുക്ക് അതിനുവേണ്ടി തന്നിരിക്കുന്ന ഒരു ദിവസമാണ്. എന്താണ്? ശരീരം ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ശരീരത്തോട് പറയണം, ഭക്ഷണം ഇന്ന് അങ്ങനെ എല്ലാ ദിവസവും കഴിക്കുന്ന പോലെ കഴിക്കണ്ടെന്നീ പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. പണ്ട് ഒരു സഹോദരൻ, എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപവസിച്ചു. ഒരു ദിവസം മുഴുവൻ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ അത് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 3 മണി തൊട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം വല്ലാതെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. ശരീരം ഇങ്ങനെ ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം ഇങ്ങനെ വിശപ്പൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ശരീരം വല്ലാത്ത വയറൊക്കെ ഭയങ്കര, ശരീരം ഇങ്ങനെ കിടന്ന് നിലവിളിക്കുകയാണ്. എന്തിന്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത്
അദ്ദേഹം ശരീരത്തോട് പലതവണ വളരെ ഗൗരവമായിട്ട് ശരീരത്തെ നോക്കുന്നുണ്ട്. അപ്പോൾ ശരീരം അങ്ങോട്ട് മെരുങ്ങുന്നില്ല. അപ്പോൾ ഉപവാസം എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഉപവാസം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോൾ അദ്ദേഹം ശരീരത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ശരീരമേ, ഇന്ന് നീ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് ഒരു പണിഷ്മെൻ്റായിട്ട് നാളെയും കൂടെ ഉപവാസം ഞാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെയും കൂടെ നിന്നെ ഞാൻ പട്ടിണിക്ക് ഇടാൻ പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനസ്സിലായോ? കേൾക്കുമ്പോൾ നരമ്പൊക്കായിട്ട് തോന്നുമെങ്കിലും അതിനകത്തൊരു വാസ്തവമുണ്ട്. ശരീരം ചോദിക്കുന്നതെല്ലാം എപ്പോഴും കൊടുക്കരുത്. നിങ്ങൾ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തെ പീഡിപ്പിക്കുകയൊന്നും ചെയ്യണ്ട. എന്നും പട്ടിണിക്ക് കിടക്കുകയൊന്നും വേണ്ട. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോടുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തോട് പറയണം, നീ ചോദിക്കുന്നതെല്ലാം തരില്ല എന്നൊക്കെ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ആത്മീയമായ ഒരു ഉണർവിന് വേണ്ടി ദാഹിക്കുമ്പോൾ ശരീരത്തെ നിയന്ത്രിക്കണം. നോമ്പ് കാലം അതിന് പറ്റിയ സമയമാണ്. ഓരോരുത്തർക്കും ആത്മാവ് നൽകുന്ന കൃപാവരം അനുസരിച്ച് ശരീരത്തെ നിയന്ത്രിക്കും. ഒന്ന് കരങ്ങൾ ഉയർത്തി ശരീരത്തിൻ്റെ മേൽ ഒരു അധികാരം വെളിപ്പെടാൻ ആഗ്രഹിച്ച് ആത്മാവ് ശരിക്കും കയറി വരും, നല്ലപോലെ കയറി വരും, ആത്മീയമായിട്ട് ഉണരും, വചനമൊക്കെ ശരിക്കും മനസ്സിലാവും. ശരീരത്തെ ഒന്ന് ഒതുക്കണം. പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സീനായി മാമലയിൽ ഇറങ്ങി വന്നവനെ, ആത്മദാഹം തീർക്കുവാൻ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ. സ്തുതിക്കട്ടെ. അതിനെ തുറന്ന് ഒരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ശരീരത്തിൻ്റെ മേലുള്ള എല്ലാ ദുർശക്തികളെയും കീഴടക്കുവാൻ ആവശ്യമായ കൃപാവരം ദൈവമേ. ശരീരത്തിൻ്റെ മേൽ നിയന്ത്രണം, ശാരീരിക ഇച്ഛകളുടെ മേൽ നിയന്ത്രണം, ശരീരത്തിൻ്റെ ദുർവാസനകളുടെ മേൽ നിയന്ത്രണം, ശരീരത്തിൻ്റെ ആസക്തികളുടെ മേൽ നിയന്ത്രണം, ശരീരത്തിൽ വിശുദ്ധി പാലിക്കാനുള്ള കൃപാവരം, ശരീരത്തിൽ ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്താനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ശരീരത്തെ ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തിൽ സമർപ്പിക്കാനുള്ളൊരു കൃപാവരം ദൈവമേ ദേശത്ത് വെളിപ്പെടണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കണ്ണടച്ച് പ്രാർത്ഥിക്കും. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ. ദാഹത്തോടെ ഉച്ചത്തിപ്പാട്. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ. സീനായ് മാമലയിൽ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ. ആത്മദാഹം, ആത്മദാഹം തീർക്കുവാൻ ഇറങ്ങി വാ വേഗം. ആത്മദാഹം തീർക്കുവാൻ ഇറങ്ങി വാ വേഗം. ഉച്ചത്തിൽ സീനായ് മാമലയിൽ. ഹല്ലേലൂയ, ആമേൻ. ഒരു വചനം വായിച്ചേ. കർത്താവിൻ്റെ ആത്മാവ് സങ്കീർത്തന പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുകയാണ്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞ്. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. സങ്കീർത്തനം 77:10. സങ്കീർത്തനം 77:10 വായിക്കാം. നമ്മൾ വചനത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. വായിക്കുക, വചനം വായിക്കണം. വായിച്ചേ. സങ്കീർത്തനം 77:10 ഉറക്കെ വായിക്കാം. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. എൻ്റെ ദുഃഖ കാരണം അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ഇത് അക്ഷരാർത്ഥത്തിൽ ഈ വചനം നിങ്ങൾ ഈ രാത്രി സ്വീകരിക്കുക. ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയാൽ പിന്നെ ദുഃഖങ്ങളില്ല. ദുഃഖമോ നെടുവീർപ്പുകളോ പിന്നെ അവിടെ ഉണ്ടാവുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഇടപെടും. 126-ാം സങ്കീർത്തനം 5-ാമത്തെ 5-6 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 126 5-6 വാക്യങ്ങൾ. സങ്കീർത്തനം 126 5-6 വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ,
വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയാ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അതായത് നമ്മൾ ഇന്ന് വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസത്തിലിരിക്കുന്ന മക്കള് ആശ്വാസം അനുഭവിക്കും. വായിക്കാം, ജെറമിയ 31:15-16. ജെറമിയ 31:15-16. പെട്ടെന്ന് വായിച്ചോ. ജെറമിയ 31:15-16. ജെറമായ 31:15-16. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം, വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവരുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. 16 ഉച്ചത്തിൽ വായിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം 3-4 തിരുവചനം. വെളിപാട് 21:3-4 തിരുവചനം. ഉച്ചത്തിൽ വായിക്കാം. വെളിപാട് 21, റെവലേഷൻസ് 21:3-4 വായിക്കാം. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. കണ്ടോ, പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. കണ്ടോ, സാന്നിധ്യം. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ഇവിടെ പറയുകയാണ്, ദൈവം തൻ്റെ മക്കളോടൊത്ത് വസിക്കും. അത്യുന്നതനായ ദൈവം നമ്മുടെ വീട്ടുമുറ്റത്തും വീടിനകത്തും വാഹനത്തിനകത്തും വഴിയോരങ്ങളിലും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലും നാം ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം അത്യുന്നതൻ ജീവനോടെ എഴുന്നള്ളി വരും. പറഞ്ഞേ ഹല്ലേലൂയാ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത സർവശക്തൻ നമുക്ക് കൂട്ടുവരും, നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് പറയുന്നത്. കർത്താവ് പറയുകയാണ്, ഇതാ വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം സിംഹാസനത്തിൽ നിന്ന് ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അടുത്ത വാക്യം എന്താണ്? അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു നീക്കും. കണ്ടോ, പ്രസൻസ് വന്നാൽ ദുഃഖം മാറും. ഞാൻ എന്താ പറഞ്ഞേ? പ്രസൻസ് വന്നാൽ ദുഃഖം മാറും. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ ജനത്തിൻ്റെ വിലാപം മാറും. ഡിപ്രഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സും എല്ലാം വിഷമിക്കുന്ന മക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്താണെന്നറിയാം, ദൈവത്തിൻ്റെ സാന്നിധ്യം. എനിക്ക് 100 കണക്കിന് മക്കളുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ജീവിതം എൻ്റെ കൺമുമ്പിലുണ്ട്. കടുത്ത ഡിപ്രഷൻ, ആങ്സൈറ്റി, സൈക്കാട്രിക് മരുന്നുകളുടെ മരുന്നുകൾ എല്ലാ ദിവസവും കഴിക്കേണ്ടി വന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ എത്തിപ്പെട്ട മക്കൾ കർത്താവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ചു കഴിഞ്ഞ് മരുന്നുകളും ടാബ്ലറ്റുകളും വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞിട്ട് നെഞ്ചു നിവർത്തി നടന്നുപോയ 100 കണക്കിന് ജീവിതങ്ങളെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഇങ്ങനെ നിർത്തി 1, 2, 3, 4, 5 100 ഇങ്ങനെ ഞാൻ നിർത്തി കാണിച്ചു തരാം നിങ്ങളുടെ മുമ്പിൽ. എൻ്റെ കൺമുമ്പിൽ എനിക്ക് തൊടാവുന്ന അകലത്തിൽ അവർ ഈ നാട്ടിലുണ്ട്. അതായത് എന്തെന്നറിയാമോ, അവർ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ദുഃഖവും നെടുവീർപ്പും അകന്നുപോയി. പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം മനുഷ്യൻ്റെ അകത്തിരുന്ന് അവനെ കുത്തി നോവിക്കുന്ന മുറിവുകളുണ്ട്. ഓരോ ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഒത്തിരി പ്രയാസമാണ്, ഒരുപാട് മുറിവുകളാണ്, അടക്കി പിടിച്ച തേങ്ങലുകൾ, ആരോടും പങ്കുവെക്കാനാവാത്ത വിഷാദങ്ങൾ, വിഷാദരോഗം, ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്സ്, അമിത ദുഃഖം, ആകുലത, ആത്മഹത്യാ ചിന്ത. ഇത് മനുഷ്യനിങ്ങനെ വരിഞ്ഞു മുറുക്കാണ്, നെഞ്ചു പൊട്ടി മരിക്കുകയാണ് മനുഷ്യർ. പ്രിയ മക്കളെ, എന്താണ് ദുഃഖത്തിൻ്റെ കാരണം? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു. അത്യുന്നതൻ്റെ ശക്തി, അതാണ് വെളിപാട് 21 അതിൻ്റെ ഇണവചനം ഞാൻ വായിച്ചതാണ്. അവിടെ പറയുകയാണ്, ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് തൻ്റെ ജനത്തോടൊത്ത് വസിക്കും, അവിടുന്ന് അവരോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം, വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന്
കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു വചനം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 61 അധ്യായം 1 മുതൽ 4 വരെ തിരുവചനം. യെശയ്യാ 61 1 മുതൽ 4 വരെ ദൈവം ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നത്. യെശയ്യാ 61 1 മുതൽ 4 വരെ ഉച്ചത്തി വായിക്കാം. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിച്ചിരിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. കവർനാമിലെ സെനഗോഗിൽ വെച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വായിച്ചത്, പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ വായിച്ചത് ഈ വചനമാണ്. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിറവേറിയിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ മക്കളെ, ഡിപ്രഷനിലോ ആങ്സൈറ്റിയിലോ ആത്മഹത്യാ ചിന്തയിലോ കടുത്ത അരക്ഷിതബോധങ്ങളിലോ തിരസ്കാരത്തിലോ അനാഥത്വത്തിലോ ഒറ്റപ്പെടലിലോ ഏതെങ്കിലും അടച്ചിട്ട മുറികളിൽ ജീവിതം ഇനി തീർത്ത് കളയാമെന്ന് ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ അത്രയും അശാന്തമായ ഇടങ്ങളിലൂടെ ജീവിക്കുന്ന മക്കളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാനൊരു കാര്യം പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിന്നെ മറ്റാർക്കും സുഖപ്പെടുത്താൻ കഴിയുന്നതിനേക്കാളും ശക്തിയോടെ വേഗത്തിൽ സുഖപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസൻസിൽ നമുക്ക് കിട്ടുന്ന വലിയ വിമോചനമാണിത്. വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം. അതാണ് ഡിപ്രഷൻ. തളർന്ന മനസ്സിന് പകരം. എന്നോട് ഒരു മകള് പറഞ്ഞു, അച്ഛാ അച്ഛന് ഡിപ്രഷൻ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അച്ഛനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഡിപ്രഷനിലിരിക്കുന്ന ഒരു വ്യക്തി കടന്നു പോകുന്ന വേദനയുടെ ആഴം എന്താണെന്ന് ലോകത്തൊരിക്കലും രണ്ടാമതൊരാൾക്ക് മനസ്സിലായിട്ടില്ല. ഡിപ്രഷൻ, നിങ്ങൾ പറയുന്നു മുഖം കഴുകുക, നിങ്ങൾ പറയുന്നു ഭക്ഷണം കഴിക്കുക, നിങ്ങൾ പറയുന്നു ഒന്ന് ചിരിക്ക്, നിങ്ങൾ പറയുന്നു മുറിവിട്ടൊന്ന് പുറത്തേക്ക് വാ, നിങ്ങൾ പറയുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യ്, നിങ്ങൾ പറയുന്നു നീ ഒന്ന് അലക്കം കുളിക്കുകയൊക്കെ ചെയ്യ്, നിങ്ങൾ പറയുന്നു നീ പുറത്ത് പോയി എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ നടത്ത്, നിങ്ങൾ പറയുന്നു നീ വെളിയിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വാ, നിങ്ങൾ പറയുന്നു അവിടെ പോയി കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യ്, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. എന്നോട് അവൾ പറയുകയാണ്, അച്ഛാ ലോകത്തൊരു മനുഷ്യനും വിഷാദത്തിലിരിക്കുന്ന ഒരു ആത്മാവ് കടന്നു പോകുന്ന ദുഃഖത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ പറയാം, നീ ഇങ്ങനെ പോ, നീ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നിനക്കൊന്ന് സന്തോഷിച്ചിരുന്നൂടെ, നിനക്കൊന്ന് വെളിയിറങ്ങിക്കൂടെ, നിനക്കൊന്ന് മുടി കെട്ടിക്കൂടെ, നിനക്ക് നല്ല വൃത്തിയായിട്ട് നടന്നുകൂടെ, എടാ നിനക്ക് ഇന്നലെ കൂട്ടുകാരോട് പോയി നീ മറ്റൊന്ന് പൊക്കൂടെ, നീ ഇന്ന് പുറത്തിറങ്ങിക്കൂടെ എന്ന് പറയാം. വിഷാദത്തിലിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ദുഃഖത്തിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. അങ്ങനെ പറഞ്ഞ മകളെ ആശുപത്രിയിൽ കയറി, വീടിനകത്ത് ടോയ്ലറ്റിനകത്ത് കയറി ബക്കറ്റിൽ വെള്ളം തുറന്നു വിട്ടിട്ട്, പൈപ്പ് ഇങ്ങനെ തുറന്നു വിട്ട് ബക്കറ്റിലേക്ക് വെള്ളം ഒഴുക്കി വെച്ചിട്ട് ഈ ബക്കറ്റിലേക്ക് കൈമുക്കി വെച്ചിട്ട് ബ്ലേഡ് എടുത്ത് ഇങ്ങനെ ഞരമ്പ് മുറിക്കാനിരുന്ന ദൈവത്തിൻ്റെ മകളെ പരിശുദ്ധാത്മാവ് വിളിച്ച് ടോയ്ലറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വചനകൂടാരത്തിലേക്ക് എത്തിച്ച് സുഖപ്പെടുത്തി ഇന്ന് ദൈവവേല ചെയ്ത് കർത്താവിൻ്റെ മകളായിട്ട് ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ഒരുപാട് ജീവിതങ്ങളെ അറിയാം. നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മരുന്ന് കഴിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളവർ, കുടുംബങ്ങൾ അഡ്വൈസ് ചെയ്യുന്നവർ, നിങ്ങൾ അങ്ങനെ ചെയ്യുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ മരുന്നിനെ തള്ളിപ്പറയുകയല്ല, വൈദ്യനെയും ഡോക്ടറെയും തള്ളിപ്പറയുകയല്ല. വൈദ്യനിലൂടെയും ഡോക്ടറിലൂടെയും പ്രവർത്തിക്കുന്നതും ദൈവമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിനൊന്നും നമ്മൾ നിഷേധിക്കുകയല്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, കടുത്ത ഡിപ്രഷനിലും ആത്മഹത്യാ ചിന്തയിലും മരിക്കാൻ മാത്രമേ ജീവിതത്തിൽ ഇനി ചോയ്സ് ഉള്ളൂ എന്ന് പറഞ്ഞു വന്ന ജീവിതങ്ങളെ ദൈവം തൊട്ട കഥകൾ എൻ്റെ മനസ്സിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, തളർന്ന മനസ്സിന് പകരം ആനന്ദത്തിൻ്റെ തൈലം. വായിച്ചേ, ആ വാക്യം വായിച്ചേ, വേഗം വായിച്ചേ. എന്താണ്? വായിക്കേ. വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? അതായത് എന്ത് വേണമെന്നറിയാം? വേറെ ചെപ്പടി വിദ്യകളൊന്നുമില്ല. ഒറ്റ കാര്യം ഹൃദയം നൊന്ത് നിങ്ങൾ ആഗ്രഹിക്കണം. എന്താഗ്രഹിക്കാനാ ഞാൻ പറഞ്ഞേ? എന്താഗ്രഹിക്കാനാ പറഞ്ഞേ? പ്രസൻസ് ഓഫ് ഗോഡ്. എൻ്റെ കർത്താവേ, നീ
ഇറങ്ങി നീ ജീവനോടെ ജീവിക്കുന്നവനായി എൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കണം. ഈ ആമ്പല്ലൂർ കൺവെൻഷൻ്റെ പന്തലിലൂടെ നെടുകയും കുറുകയും ദൈവത്തിൻ്റെ ആത്മാവ് സഞ്ചരിക്കണം. ഈശോ നടന്നു പോകണം. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളും പുലയുന്നത് കേൾക്കാൻ പറ്റണം. ദൂതന്മാരുടെ ചിറകടിയൊച്ചകൾ, വിശുദ്ധരുടെ സ്തുതിപ്പുകൾ, പരിശുദ്ധന്മാരുടെ കീർത്തനങ്ങൾ, മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾ, ഇവയ്ക്ക് നടുവിൽ സിംഹാസനസ്ഥനായി ഇറങ്ങി വരുന്ന സർവശക്തൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണം. അതി കുറച്ചൊന്നും ആഗ്രഹിച്ച് ഇതിനകത്ത് ഇരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഇറങ്ങി വരണം. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ആ ശക്തി വെളിപ്പെടാത്തതാണ്, അത്യുന്നതൻ്റെ ശക്തി വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ശക്തി. വായിക്കൊരു വചനം, റോമാലേഖനം 1-ാം അധ്യായം 16-17 വാക്യം. റോമൻസ് 1:16. റോമാലേഖനം 1-ാം അധ്യായം 16 വാക്യം. പെട്ടെന്ന് വായിക്കാം. റോമാലേഖനം, റോമൻസ് 1:16. റോമാലേഖനം 1-ാം അധ്യായം 16 വാക്യം വായിക്കാം. വായിച്ചേ. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഡുനാമിസ്. ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ്, ഡുനാമിസ്. ആ വാക്കെന്ന് പറഞ്ഞ് ഡുനാമിസ്. ആ വാക്കിൽ നിന്നാണ് ഡൈനാമിറ്റ് ഉണ്ടായത്. ഡൈനാമിറ്റ്, പവർ. പറയാണ് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ദൈവശക്തി. പവർ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. പവർ ഓഫ് ഗോഡ്. പവർ. ഇത് വെളിപ്പെടാത്തത് എന്താ? അതെന്റെ ചോദ്യം. ഈ പവർ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഈ പവർ റിലീസ് ചെയ്യപ്പെടാത്തത് എന്താ? പ്രാർത്ഥിക്കുമ്പോൾ ഈ പവർ റിലീസ് ചെയ്യപ്പെടാത്തത് എന്താ? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരാത്തത് എന്താ? അപ്പൊ അതുകൊണ്ട് ആ കാര്യം അഡ്രസ്സ് ചെയ്യണം. എനിക്കറിയാം അതിന്റെ രഹസ്യം. ഞാൻ പറഞ്ഞുതരാം. എന്നെ ശ്രദ്ധിക്കും. പൈസയൊന്നും തരണ്ട, ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിനൊരു കാരണം. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു ജനതയ്ക്ക് കിട്ടും, സാന്നിധ്യം കിട്ടില്ല. അനുഗ്രഹങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു അനുഗ്രഹം. കൊച്ചു പരീക്ഷയ്ക്ക് പാസ്സായി. ഇനി അനുഗ്രഹത്തിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അത് ഞാൻ പറയാമല്ലോ. അനുഗ്രഹം കിട്ടാൻ നിങ്ങൾ ക്രിസ്ത്യാനി ആവണമെന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടാൻ നിങ്ങൾ ക്രിസ്ത്യാനി ആവണമെന്നില്ല. കാരണം എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്. ക്രിസ്ത്യാനിക്ക് മാത്രമാണ് അനുഗ്രഹം കിട്ടുന്നത്? അല്ലല്ലോ. അനുഗ്രഹം കിട്ടാൻ ക്രിസ്ത്യാനി ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ സാന്നിധ്യം കിട്ടാൻ നീ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഏറ്റുപറയേണ്ടതുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രസൻസ് കിട്ടാൻ, അവരുടെ ദൈവം അവരുടെ കൂടെ നടക്കണമെങ്കിൽ നീ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറയണം. പറഞ്ഞേ ഹല്ലേലൂയാ. അനുഗ്രഹം കിട്ടാൻ ഇപ്പൊ ഏത് മതത്തിൽ നിന്നാലും അനുഗ്രഹം കിട്ടും. മനസ്സിലായോ? തീവ്രവാദികൾക്ക് പോലും അനുഗ്രഹം കിട്ടുന്നുണ്ട്. തീവ്രവാദികൾക്ക് പോലും അനുഗ്രഹം കിട്ടുന്നുണ്ട്. അതിനിപ്പോ വിശ്വാസിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിനാഥനും ഉടയവനും പ്രപഞ്ചത്തിൻ്റെ വിധാതാവും ഈ അഖിലാണ്ട കടാഹങ്ങളെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കുന്നവനുമായ സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പാവപ്പെട്ട 6 അടി മണ്ണിൻ്റെ അഗാധതയിൽ അലിഞ്ഞു ചേരേണ്ട ഒരു പാഴ്ജന്മത്തിൻ്റെ മേൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഈ സാന്നിധ്യം വരണമെങ്കിൽ യു നീഡ് ടു പ്രൊക്ലെയിം, you need to confess that Jesus alone is my savior. യേശു മാത്രമാണ് എൻ്റെ രക്ഷകൻ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു ജനതയ്ക്ക് വേണ്ടി അവൻ്റെ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അവിടുന്ന് രഥങ്ങൾ തകർക്കുന്നു, വില്ലുകൾ ഒടിക്കുന്നു. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമായിട്ടിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ഒരു ദൈവം ഇറങ്ങി വന്ന്
ആ തൻ്റെ ജനത്തിന് വേണ്ടി വാദിക്കും, തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴെന്നറിയാമോ? ആ ജനം അവനെ മാത്രം ആരാധിക്കുമ്പോൾ, അവനെ മാത്രം പൂജിക്കുമ്പോൾ, അവനെ മാത്രം ഏകാഗ്രതയോടെ സേവിക്കുമ്പോൾ, അവനെ മാത്രം. എനിക്ക് പറയാനുള്ളത്, ഒന്നാം പ്രമാണ പാലനമാണ് ദൈവത്തിൻ്റെ പ്രസൻസ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. വേറെ ഒരു വഴിക്കും പോകരുത്, വേറെ ഒന്നിനും മഹത്വം കൊടുക്കരുത്, വേറെ ഒരു കാര്യത്തിലും ഡിസ്ട്രാക്ട് ചെയ്യരുത്. സഭയ്ക്ക് സംഭവിക്കുന്ന ഒരു അപകടം ഞാൻ പറയാം. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും. സഭയെന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ, മെത്രാന്മാർ, അച്ഛന്മാർ, സിസ്റ്റേഴ്സ് അല്ല സഭ. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹത്തിന് ഇന്ന് സംഭവിക്കുന്ന അപജയം എന്താണെന്നറിയാമോ? ദ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ് ഹാസ് ഓൾമോസ്റ്റ് ലോസ്റ്റ്. ദ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ്, കുരിശിന്റെ കേന്ദ്രസ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ യേശുവിന്റെ കുരിശിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രസൻസ് ഇല്ല. അനുഗ്രഹങ്ങളുണ്ട് ഇഷ്ടം പോലെ, പ്രസൻസ് ഇല്ല. കുനിച്ച് നിർത്തി ഇടിച്ച് അടിച്ച് തകർത്ത് നിന്നെ ചതച്ചരച്ചാലും നിന്റെ ദൈവം കയ്യും കെട്ടി നിൽക്കും. പ്രസൻസ് ഇല്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ടു ദ കോർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഒഫൻസ് ആവും ഞാൻ വിശദാംശങ്ങൾ പറഞ്ഞാൽ. ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ ഇതിനെല്ലാം കൊടുത്തിട്ട് കുർബാന, വിശുദ്ധ കുർബാന, യേശുവിൻ്റെ കുരിശ്, യേശുവിലൂടെയുള്ള രക്ഷ, യേശു ഏകരക്ഷകൻ, ആ കാര്യത്തെ കൊണ്ടുവന്ന് അങ്ങ് കുപ്പത്തൊട്ടിയിലിട്ടു. എന്നിട്ട് ബാക്കി ലോകത്തുള്ള എല്ലാ ഇത് അവർ ചെയ്യുന്നത്, ആ മതക്കാർ ചെയ്യും, ഈ മതക്കാർ ചെയ്യുന്നു, അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, സകലമാന ലോകം ചെയ്യുന്നതെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രസൻസ് ഇല്ല. ഏലിയ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും അധമനായ രാജാവിൻ്റെയും ഏറ്റവും നിഷ്ഠൂരമായ മനസ്സുള്ള കിരാത മനസ്സുള്ള ഒരു രാജ്ഞിയുടെയും ബാലിന്റെ 400 പ്രവാചകന്മാരുടെയും അശേരയുടെ 450 പ്രവാചകന്മാരുടെയും മുമ്പിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് അയാൾ വെല്ലുവിളിച്ചു, ഞാൻ പറഞ്ഞല്ലാതെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സേവിക്കുന്ന ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ലടാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു മലമുകളിൽ ഈ ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് മന്ത്രവാദികളെയും രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് കൈവരിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങ് കൽപ്പിച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നതെന്നും എല്ലാവരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് അങ്ങിലേക്ക് തിരിച്ചു വിളിക്കുന്നെന്നും ദൈവമേ അങ്ങ് മാത്രമാണ് ഏക സത്യ ദൈവമെന്നും ഈ ജനം അറിയേണ്ടതിന് let your fire come down, നിന്റെ തീ ഇറങ്ങി വരണേ എന്ന്. ഒരാൾ ഒറ്റയ്ക്ക്, രാജ്യമില്ല, രാജാവില്ല, പണ്ഡിതന്മാരില്ല, ബുദ്ധിജീവികളില്ല, പ്രമാണികളില്ല, അംഗരക്ഷകരില്ല, ആയുധബലമില്ല, കായിക ശക്തിയില്ല, സ്വാധീനങ്ങളില്ല, ഒന്നുമില്ലാതെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നിട്ട് അയാൾ പറഞ്ഞു, ദൈവമേ നീ മാത്രമാണ് ഏക സത്യ ദൈവം, അതുകൊണ്ട് നിന്റെ ഫയർ ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ തീ നോക്കി നിൽക്കെ നൊടിനാഴിക നേരം കൊണ്ട് ഇറങ്ങി വന്ന് ബലിവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു. പ്രസൻസ്. ഈ 5000 കാര്യത്തിൽ മനസ്സ് കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പൊന്നുമക്കളെ, കർത്താവിൻ്റെ കുരിശിലല്ലാതെ വേറെ ഒന്നിലും മനസ്സ് കൊണ്ടുവന്ന് കെട്ടരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കർത്താവ് ഈശോ മിശിഹ, ഈശോയുടെ പരിശുദ്ധ കുർബാന, ഈശോയുടെ കാൽവരി ബലി, ഈശോയുടെ പ്രഥമമായ ആരാധന, ഇതിലാണ് വിശ്വാസി കൊണ്ടുവന്ന് അതിനകത്താണ് ശ്രദ്ധ വെക്കേണ്ടത്. ഉള്ള നാട് മൊത്തമുള്ള ദൂരാചാരങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് കെട്ടി. എന്ത് സംഭവിച്ചു? നമ്മുടെ കൂടെ കർത്താവില്ലാതായി. എഴുതപ്പെട്ട വചനം ലംഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, ഈ റോമർ 1:16 പറയാണ്, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം എന്താണ്?
വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. എന്നിട്ട് അദ്ദേഹം ഈ ശക്തി പ്രകടമാകാത്തതിൻ്റെ കാരണം പറയുകയാണ്. വായിക്കാം, നമുക്ക് 18 മുതൽ വായിക്കാം. 18 മുതൽ ഉച്ചത്തിൽ വായിക്കാം. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ അതാണ് കാര്യം. വായിച്ചൊന്നൂടെ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ദൈവത്തെ അറിഞ്ഞിരുന്നു, ദൈവത്തെ അറിയാം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അതായത് ഏകാഗ്രമായിട്ട് ദൈവത്തെ പൂജിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. അത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായം എടുക്കുക. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായം, 6-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഷമ്മാ ഇസ്രായേൽ, ഇസ്രായേലേ കേൾക്കുക. ഹിയർ ഓ ഇസ്രായേൽ, ഇസ്രായേലേ കേൾക്കുക. വായിക്കാം. ഇസ്രായേലേ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ, ഇതാണ് 1-ാം പ്രമാണ പാലനം. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, വിഭക്ത ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കരുത് എന്ന് വചനമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം എടുത്തേ. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം, 1-ാം അധ്യായത്തിൽ വചനം പറയുന്നുണ്ട്, നീ മുറിഞ്ഞ ഹൃദയത്തോടെ, വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ നിന്റെ കർത്താവിനെ സമീപിക്കാനായിട്ട് പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. വായിച്ചേ. പ്രഭാഷകൻ 1:28. പ്രഭാഷകൻ 1:28 വായിക്കാം. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ ചെയ്യരുത്. വിഭക്ത ഹൃദയം, ഡിവൈഡഡ് ഹാർട്ട്, വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കരുത്. കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കണം. കർത്താവാണ് വലുത്. കർത്താവിൻ്റെ മുകളിൽ ആരെയും ഒന്നിനെയും പ്രതിഷ്ഠിക്കരുത്. കുരിശിൻ്റെ കേന്ദ്രസ്ഥാനം മാറിപ്പോവരുത്. സഭാജീവിതത്തിൽ രക്ഷ നൽകിയ യേശുവിൻ്റെ കുരിശിൻ്റെ സ്ഥാനം മാറിപ്പോവരുത്. യേശുവിൻ്റെ രക്ഷയുടെ കുരിശുമരണത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ഏക സത്യ ആരാധനയുടെ വില മാറിപ്പോവരുത്. ബാക്കി എല്ലാ കാര്യങ്ങളും തിരുസഭ പഠിപ്പിക്കുന്നു. എല്ലാ ഭക്താഭ്യാസങ്ങളും പരിശുദ്ധ കുർബാനയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധ കുർബാനയ്ക്ക് പകരമല്ല ഒന്നും. ബാക്കി എല്ലാം പരിശുദ്ധ കുർബാനയിലേക്ക് ജനം, അതായത് ദൈവജനം ശക്തിപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലും ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നതിലുമാണ്. അത് ജനത്തിൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് മാറിപ്പോകുന്ന എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ജനത്തിൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് മാറിപ്പോവാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് അവസാനിപ്പിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയുകയാണ്, ഇവിടെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ എൻ്റെ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ വെളിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 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 വിളക്ക് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിക്കുന്ന ഒരു നേർച്ചയാണെന്ന് വിചാരിച്ചു. ധ്യാനകേന്ദ്രത്തിൻ്റെ വെളിയിൽ ഒരു വിളക്ക് വെച്ചിട്ട് അതിനകത്ത് എണ്ണ അതിനകത്ത് തെറ്റൊന്നുമില്ല. വിളക്കിനകത്ത് എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുക, അതിന് നല്ല അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ജനമെല്ലാം വന്നിട്ട് വിളക്കിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് പോവാണ്. പരിശുദ്ധ കുർബാനയ്ക്കും വരുത്തില്ല, കുമ്പസാരിക്കത്തുമില്ല. യോഗ്യതയോടെ യേശുവിൻ്റെ ശരീരങ്ങൾ സ്വീകരിക്കണമെന്ന് ജനത്തിന് ഒരു ചിന്തയില്ല എന്ന രീതിയിൽ ജനം വിഭജിക്കപ്പെട്ട് ഡിസ്ട്രാക്റ്റഡ് ആക്കപ്പെട്ട് വികേന്ദ്രീകരിക്കപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ആ വിളക്കെടുത്ത് ആറ്റിലെറിയണം. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? യേശുവിൻ്റെ കുരിശിൻ്റെ കേന്ദ്രസ്ഥാനം
അപഹരിക്കുന്ന ഒരാചാരവും സഭയിൽ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇതെല്ലാ കാര്യത്തിനും ഇതിന് അൺഡ്യൂ ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അൺഡ്യൂ ഇമ്പോർട്ടൻസ് given to so many things which distracted the whole congregation from the centrality of the cross. കുരിശിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് ജനത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? യേശുവിന്റെ കുരിശിന്റെ കേന്ദ്രസ്ഥാനം എല്ലാം നല്ലതാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. യേശു കർത്താവിന്റെ കുരിശിനെ, അതായത് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ദൈവാരാധനയും യേശു ജനത്തിന് പാപങ്ങളേറ്റു പറഞ്ഞ് അനുദപിക്കാനുള്ള ഒരു താല്പര്യമില്ല, ഇത് നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് നിങ്ങൾ പിന്നെ എന്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ എനിക്ക് ഹൃദയം കൊണ്ട് വളരെ അടുപ്പമുള്ള സ്ഥലങ്ങളിലൊന്നാണ് മജുഗോരിയ. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ ഒരാൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലത്ത് ചെന്നാൽ അവിടെ എന്താണെന്നറിയാം? അവിടുത്തെ പ്രധാന പരിപാടി കുംഭസാരം, പരിശുദ്ധ കുർബാന. ഇത് യഥാർത്ഥ മരിയൻ ഭക്തിയാണ്. ഇതാണ് യഥാർത്ഥ മരിയൻ ഭക്തി. മനസ്സിലായോ? അല്ലാതെ മാതാവിൻ്റെ വേറെ മാതാവ് പ്രത്യക്ഷപ്പെട്ടൊരു സ്ഥലത്ത് നടക്കുന്നത് എന്താണ്? അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ കുംഭസാരവും പരിശുദ്ധ കുർബാനയും. നിങ്ങൾക്ക് വിശ്വസിച്ച് പോവാം. കാരണം എന്താണ്? അവിടെ കുരിശിന്റെ കേന്ദ്രസ്ഥാനം കുരിശ് പിഴുതു മാറ്റിയിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് കുരിശിന്റെ കേന്ദ്രസ്ഥാനത്തെ പിഴുതു മാറ്റിയിട്ട് വേറൊന്നും അവിടെ കൊണ്ടുവന്ന് വെക്കരുത്. ലൂർദ് അത് യൂറോപ്പിന്റെ കുമ്പസാരക്കൂടായിരുന്നു. ഇന്നത് മജൂരിയായിട്ട് മാറുകയാണ്, യൂറോപ്പിന്റെ കുമ്പസാരക്കൂട്. ഞാൻ അവിടെ ചെന്നപ്പോണ്ടല്ലോ, ഞാൻ 2-3 ദിവസം പ്രാർത്ഥിക്കാമെന്ന് കരുതി പോയതാണ്. അവിടെ പോകാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടം വരെ അങ്ങനെ പോവല്ല. അതിനടുത്തൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇതിനോട് അടുത്താണല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ പോയി 2 ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടി യാത്രയിൽ 2 ദിവസം ഇട്ടു. അങ്ങനെ 2 ദിവസം അവിടെ ചെന്നിങ്ങനെ താമസിച്ച് അവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഞാൻ രാവിലെ, ഈ ലോകത്ത് ചന്ദ്രനിൽ പോയാലും അവിടെ മലയാളികളുണ്ട്, പിന്നെ യൂട്യൂബ് കാണുന്നവരുമുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഈ വല്ലവരൊന്നും കാണണ്ട, നമുക്ക് മര്യാദയ്ക്ക് അടങ്ങി വരുന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ സൈഡിൽ കൂടെ ഒക്കെ പോയി. അപ്പോൾ എനിക്കൊന്ന് കുമ്പസാരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുമ്പസാരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കുമ്പസാരക്കൂടിൻ്റെ അടുത്തെല്ലാം ചെന്നപ്പോൾ അവിടെ എല്ലാം ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഉടനെ എങ്ങും കുമ്പസാരം നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനിങ്ങനെ എവിടെയെങ്കിലും ഒരു അച്ഛൻ ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയത്ത് ഡാനിയലച്ച എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി അച്ഛൻ ഓടി വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛനും പറഞ്ഞു, ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ 2 പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചേട്ടൻ ഓടി വന്നിട്ട് ഇങ്ങനെ മറ്റേ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ ഇവിടുത്തെ അച്ഛനാണോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ല, എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കാമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അതിനെന്താന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് കയറി. അത് രാവിലെ ഏതാണ്ടൊരു 9 മണി 10 മണി സമയത്തായിരുന്നു ഇങ്ങനെ കയറിയത്. മലയാളികൾ അവിടുന്ന് എല്ലാം ഓടി വരുന്നത് കണ്ടിട്ട് കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ട് ചെയ്തു. ഞാൻ പള്ളിയിൽ ഒതുങ്ങിയൊരു സ്ഥലത്തേക്ക് പോയി. വൈകുന്നേരം ആയപ്പോൾ ഞാനൊരു 5:30-6 മണിയൊക്കെ ആയ സമയത്ത് ഇറങ്ങി വന്ന് ഈ കുമ്പസാരക്കൂടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന പോലെ രാവിലെ കണ്ട മലയാളി അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ട്. ഞാൻ ചോദിച്ചു, അച്ഛൻ ഇവിടെ പോയിരുന്നു? അപ്പോൾ എന്നോട് പറഞ്ഞു, ഡാനിയലച്ച, അച്ഛൻ ഓടി രക്ഷപ്പെട്ടത് നന്നായി. ഞാൻ രാവിലെ 9 മണിക്ക് 9:30 കയറിയതാണ്. ഇപ്പോഴാണ് ഈ കുമ്പസാരക്കൂട്ടി. ലോകമാസകമുള്ള മലയാളികൾ ഇവിടെ വന്നു കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മലയാളികൾ തീർന്ന ഉടനെ തമിഴന്മാർ വരാൻ തുടങ്ങി, പിന്നെ കന്നഡക്കാർ വരാൻ തുടങ്ങി, പിന്നെ ഇംഗ്ലീഷുകാർ വരാൻ തുടങ്ങി. ഇതാണ് അവിടുത്തെ അവസ്ഥ. കുംഭസാരം പരിശുദ്ധ കുർബാന. അപ്പോൾ അവിടെ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ് ഈസ് നോട്ട് ലോസ്റ്റ്. യേശുവിൻ്റെ കുരിശിൻ്റെ കേന്ദ്രസ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അതുകൊണ്ട് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഒന്നുകൂടെ വായിച്ചത് റോമർ 1:19 വായിച്ചേ. റോമർ 1:21 റോമർ 1:21 വായിച്ചേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും
ഉച്ചത്തിൽ വായിക്കുക. റോമർ 1:21 അവർക്ക് വായിക്കേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. കണ്ടോ, ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. പെട്ടെന്ന് ഇവിടുന്ന് റോമറിൽ നിന്ന് പുറകോട്ട് മറിച്ച് മത്തായി വരണം. മത്തായി വരുമ്പോൾ മത്തായിയുടെ പുറകിൽ ഒരു പ്രവാചകൻ മറഞ്ഞിരിപ്പുണ്ട്. ആ പ്രവാചകൻ്റെ പേരാണ് മലാഖി. ആ മലാഖി എടുക്കുക. മലാഖിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നു. എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പിതാവാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഇനി റോമാലേഖനത്തേക്ക് വന്ന ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നെങ്കിലും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അടുത്ത വാക്യം, മറിച്ച് അവരുടെ റോമർ 1:20 അടുത്ത ഭാഗം, 21 അടുത്ത ഭാഗം, മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചേ, വിഗ്രഹാരാധന എവിടെ വരുന്നോ, ദൈവത്തിൻ്റെ 1-ാം സ്ഥാനം എവിടെ എടുത്തു മാറ്റപ്പെടുന്നോ അവിടെ സംഭവിക്കുന്ന കാര്യം ഹൃദയം അന്ധകാരാവൃതമായി മാറും. ഹൃദയത്തിലെ വെളിച്ചം പോവും. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് തോന്നും. നമ്മുടെ ജീവിതത്തിൻ്റെ ദുർനടപ്പുകളെല്ലാം ശരിയാണെന്ന് തോന്നും. പാപം ചെയ്യുന്നത് പാപമായിട്ട് തോന്നില്ല. തിന്മയുടെ വഴികളിൽ ജീവിച്ചാൽ അത് തിന്മയായിട്ട് തോന്നില്ല. കുമ്പസാരിക്കണമെന്ന ചിന്ത പോലും നഷ്ടപ്പെടും. ദൈവാനുഗ്രഹത്തിൻ്റെ പിന്നാലെ മനുഷ്യൻ അലഞ്ഞു നടക്കും. വചനം പറയുകയാണ്, അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. പറഞ്ഞേ ഹല്ലേലൂയാ. വിഗ്രഹങ്ങൾക്ക് കൈമാറി. പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. പുറപ്പാട് 20:1 വായിക്കാം. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് വായിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്. ഇനി വേറൊരു വചനം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ ഏതിനാൽ ഏതിനാൽ ഹോറബിൽ വെച്ച് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ കർത്താവിൻ്റെ രൂപം കണ്ടില്ല. നിങ്ങൾ കർത്താവ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, കർത്താവിൻ്റെ രൂപം കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിൽ ഏതെങ്കിലും പറവയുടെയോ നിലത്തെഴുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിൽ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. എന്തുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി അശുദ്ധരാവരുത്? നിങ്ങൾ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു രൂപവും കണ്ടില്ല. എന്നാൽ പുതിയ നിയമത്തിലെ അവസ്ഥ അതല്ല. നമ്മൾ ദൈവത്തിൻ്റെ രൂപം കണ്ടു. വായിക്ക് 1 യോഹന്നാൻ 1-ാം അധ്യായം
1 മുതലുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തിരുസ്വരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് കർത്താവ് വിലക്കിയിട്ടില്ല. സഭ പഠിപ്പിക്കുന്നു തിരുസ്വരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് കർത്താവ് വിലക്കിയിട്ടില്ല. കാരണം എന്താണ്? നമ്മൾ കർത്താവിൻ്റെ രൂപം കണ്ടു. ആ രൂപം കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഈശോയുടെ സ്റ്റാച്യു ഉണ്ടാക്കുന്നത് തെറ്റല്ല, വിശുദ്ധയുടെ രൂപം ഉണ്ടാക്കുന്നത് തെറ്റല്ല. ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട കേന്ദ്രസ്ഥാനം രൂപങ്ങൾക്കോ വിശുദ്ധർക്കോ അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾക്കോ കൊടുക്കുന്നതാണ് വിഗ്രഹാരാധന. പറഞ്ഞ ഹല്ലേലൂയാ. ഒരിടത്തൊരു രൂപം ഉണ്ടാക്കി, ഇപ്പോൾ അവിടെ ഒരു രൂപം ഇരിക്കുന്നു. ആ രൂപം ഇരിക്കുമ്പോൾ ചാവറയച്ചനെ ഓർക്കുന്നു, ആ രൂപം ഇരിക്കുമ്പോൾ ഈശോയെ ഓർക്കുന്നു, ഉണ്ണീശോയെ ഓർക്കുന്നു. ആ രൂപം ഇരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ ഓർക്കുന്നു, അമ്മയോട് സ്നേഹം ഉണ്ടാവുന്നു. ഇതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഫനാറ്റിക്കായിട്ട് അതിനെ കാണരുത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. രൂപം ഉണ്ടാക്കാൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രോവേന്മാരുടെ രൂപം ഉണ്ടാക്കുക, സമാഗമ കൂടാരത്തിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ ഇരുവശത്ത്. അതല്ല പറയുന്നത്. മറിച്ച് എന്ത് ചെയ്യുകയാണ്? ഇത് ദൈവത്തിനും ദൈവാരാധനയ്ക്കും പകരം എന്ത് ചെയ്യുന്നു? ഈ വിഗ്രഹാരാധനയുടെ തലത്തിലേക്ക് മനുഷ്യരെ വഴിതെറ്റിക്കുന്ന വിധം, അല്ലെ മനുഷ്യർ വഴിതെറ്റുന്ന വിധം ദൈവത്തിന് കൊടുക്കേണ്ട കേന്ദ്രസ്ഥാനം വേറെ ഒന്നിന് ലഭിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും അങ്ങനെ എന്തിനെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ട കേന്ദ്രസ്ഥാനം ലഭിക്കുന്നെങ്കിൽ അതിനെ അവിടെ നിന്ന് മാറ്റണം. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വിവേകമുള്ള ആളുകളാണ്. കൃത്യമായിട്ട് അതായത് നമ്മൾ ഇതിനെ അബറേഷൻസിനെ പ്രോത്സാഹിപ്പിക്കരുത്. അത് എത്ര നന്മയുടെ എത്ര ആൾ വരുന്നുണ്ടെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അത് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എടുത്തു കളയും. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഒന്നിൻ്റെ സാദൃശ്യത്തിൽ വിഗ്രഹം ഉണ്ടാക്കി അശുദ്ധരാവരുത്. ഒരാളുടെ ഫോട്ടോ എടുത്ത് വെക്കുന്നതോ ഒരാളുടെ പടം വരച്ച് വെക്കുന്നതോ ഒരാളുടെ ക്ലേ കൊണ്ടൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെക്കുന്നതോ നിഷിദ്ധമാണെന്നല്ല പറയുന്നത്. മറിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം അതിന് കൊടുത്ത് ജനം ദൈവമക്കൾ അശുദ്ധരാവരുത്. മറ്റൊരു വചനം വായിക്കാം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 27-ാമത്തെ അധ്യായം. നിയമാവർത്തന പുസ്തകം 27-ാമത്തെ അധ്യായം. 27-ാമത്തെ അധ്യായത്തിൽ 12 ശാപങ്ങൾ വിവരിക്കുമ്പോൾ 12 ശാപങ്ങൾ വിവരിക്കുമ്പോൾ അതിലെ 1-ാമത്തെ ശാപം നിയമാവർത്തനം 27:15. നിയമാവർത്തനം 27:15 വായിക്കാം. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം ആമേൻ. അത് ഇങ്ങോട്ട് നോക്കിയേ. അതായത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില രൂപങ്ങൾ, ചൈനയിൽ നിന്നൊക്കെ വരുന്ന ചില രൂപങ്ങളുണ്ട്. ആ രൂപങ്ങൾ എന്ത് ചെയ്യുന്നു? സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ചില പ്രത്യേക ടൈപ്പിലുള്ള ചില ബോൺസായി ചെടികൾ അത് കൊണ്ടുവന്ന് അത് നല്ല ഐശ്വര്യമാണെന്ന് പറഞ്ഞിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഒരു വയറനുണ്ട്, ഒരു കുടവയറനെ കൊണ്ടുവന്ന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഇതെല്ലാം വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധന. പറഞ്ഞേ ഹല്ലേലൂയാ. അതുപോലെ തന്നെ ചാത്തൻ സേവാ മഠങ്ങൾ, സാത്താ സേവാ കേന്ദ്രങ്ങൾ, മന്ത്രവാദികളുടെ അടുത്ത്, കൈനോട്ടക്കാരുടെ അടുത്ത്, ആഭിചാരക്കാരന്മാരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഇതെല്ലാം വിഗ്രഹാരാധനയുടെ വിവിധ തലങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഇങ്ങനെ വിഗ്രഹം കൊണ്ടുവന്ന് രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും എന്നാണ് വചനം പറയുന്നത്. നിയമാവർത്തനം 18-ാം അധ്യായം. നിയമാവർത്തനം 18-ാം അധ്യായം. നിയമാവർത്തനം 18. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ നിയമാവർത്തന പുസ്തകമാണ് യേശോ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ടുള്ള പഴയ നിയമ ഗ്രന്ഥം. ഈശോയുടെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈശോ കോട്ട് ചെയ്ത പഴയ നിയമ ഗ്രന്ഥം നിയമാവർത്തന പുസ്തകമാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കണം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. ഒരു ദേശത്ത് വരുമ്പോൾ ആ ദേശത്ത് ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ ആ ദേശത്തെ
ദേവന്മാരുമായോ ദൈവമാരുമായോ ബന്ധപ്പെട്ടതാണ്. ആ ദുരാചാരങ്ങൾ അത് അവരുടെ ആചാരമാണ്, അവർക്കാണത് ആചാരം. വിശ്വാസികൾ ആ ആചാരങ്ങളിൽ എന്ത് ചെയ്ത് അതിനെ അനുകരിക്കരുത്. അതുപോലെ ഇപ്പുറത്തൊരു ആചാരം കൊണ്ടുവന്ന് വെക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് അറിയില്ലെങ്കിൽ ഇതാ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, അത് തെറ്റാണ്. അവിടുത്തെ ഒരു ആചാരം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കരുത്. മനസ്സിലായില്ലേ? നമുക്ക് സഭയ്ക്ക് ഔദ്യോഗികമായി ദൈവത്തെ ആരാധിക്കാൻ ആരാധനാ രീതികളുണ്ട്. അത് മാത്രമാണ് നമ്മുടെ ആരാധനാ രീതി. അല്ലാതെ കാണുന്നിടത്തുനിന്നെല്ലാം ആരാധനാ രീതികൾ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കയറ്റരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശവിദ്യക്കാരൻ എന്നിവരിൽ ആരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പൊന്നു മക്കളെ, ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വലിയ കുറ്റമാണിത്, കുറ്റം. അതായത് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ, നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഒരു ശരാശരി കത്തോലിക്കൻ്റെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പരിശുദ്ധ കുർബാനയുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക, അത് നന്നായിട്ട് ചൊല്ലുക, അത് നന്നായിട്ട് നടത്തുക, നേരത്തെ പള്ളി വരിക, നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് ഒരുക്കത്തോടെ കുർബാനയെ സംബന്ധിക്കുക, പ്രാർത്ഥനകൾ ഉച്ചത്തി ചൊല്ലുക, പ്രാർത്ഥനകൾ എന്തിന് ചൊല്ലുന്നുവെന്ന് വായിച്ചോ ചോദിച്ചോ പഠിച്ചോ മനസ്സിലാക്കുക, എന്നിട്ട് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവശക്തി ഇറങ്ങി വരാൻ ഇതിനേക്കാൾ വലിയൊരു ആരാധന തിരുസഭയ്ക്ക് നൽകപ്പെട്ടിട്ടില്ല. വേറൊരു വഴിക്കും തിരിഞ്ഞ് നിങ്ങൾ അശുദ്ധരാവരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അവിടുന്ന് അശുദ്ധരായവർക്ക് മധ്യേ വസിക്കുകയില്ല. അനുഗ്രഹം കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് ദൈവത്തിൻ്റെതാവണമെന്ന് ഒരു നിർബന്ധമില്ല. മനസ്സിലായി? ഒരു നിർബന്ധമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ഞാൻ തിരുവനന്തപുരത്ത് എല്ലാ വർഷവും കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് ഈ പൊങ്കാല ഇടാൻ വേണ്ടി 10,000 ചേച്ചിമാർ വരും. ഓരോ വർഷം കഴിയുന്തോറും ഇത് കൂടിക്കൂടി വരിക. നമ്മുടേതുപോലെ ഫ്ലെക്സ് അടിച്ച് വെച്ചോ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയോ പള്ളികളിൽ അറിയിച്ചോ ഒന്നുമല്ല ആളുകൾ വരുന്നത്. ഓരോരുത്തരും പറഞ്ഞ് അടുത്ത ആൾ പറഞ്ഞ് അങ്ങനെയാണ് അവരൊക്കെ പൊങ്കാല ഇടാൻ വരുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, പൊങ്കാല ഇടാൻ ഓരോ വർഷവും ഈ സ്ത്രീജനങ്ങൾ വർദ്ധിച്ച് വരുന്നത്, ശരിക്കും മനസ്സിലാക്കിയോ നിങ്ങൾ? വർദ്ധിച്ച് വരുന്നത് വന്നേ ആർക്കോ എന്തോ അനുഗ്രഹം കിട്ടിയെന്ന് അവർ പറഞ്ഞിട്ടാണ്, ആണോ? അപ്പം അതുകൊണ്ട് അനുഗ്രഹം കിട്ടാൻ വിശ്വാസിയാവണമെന്നൊരു നിർബന്ധമില്ല. മനസ്സിലായോ? ഇത് കേട്ടിട്ട് 10 പേര് സഭയിൽ നിന്ന് പോകുന്നെങ്കിലും പൊക്കോട്ട്, ഒരു കുഴപ്പമില്ല. ഇതിനു വേണ്ടിയാണ് സഭയിൽ നിൽക്കുന്നതെങ്കിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അനുഗ്രഹത്തിന് വേണ്ടി അല്ല നമ്മൾ യേശുവിനെ തേടിയെത്തിയത്, നിത്യതയ്ക്ക് വേണ്ടിയാണ്. ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നിലനിൽക്കുന്നൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയോ, ലോകത്ത് ഒരു പ്രാർത്ഥനയ്ക്കും ഒരു പൂജയ്ക്കും ഒരു ആചാരത്തിനും തരാൻ പറ്റാത്ത അനുഗ്രഹം തരാൻ യേശുവിന് പറ്റും. എല്ലാ ദിവസവും അവൻ തരികയും ചെയ്യും. എല്ലാ ദിവസവും നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതിന് നമ്മൾ അനുഗ്രഹം അല്ല വലുത്. അനുഗ്രഹം കിട്ടാൻ ഒരു വഴിയൊന്നുമില്ല, പല വഴികളുണ്ട്. മന്ത്രവാദം ചെയ്താൽ ചിലപ്പോൾ അനുഗ്രഹം കിട്ടുമായിരിക്കും, പക്ഷെ ദൈവം പോവും. പിശാച് കയറി കുടിയിരിക്കും, പിശാച് തലമുറകളിൽ കയറി അടയിരിക്കും, തലമുറകളെ സാത്താൻ സ്വന്തമാക്കി വെക്കും. വിഗ്രഹാരാധന. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അതുകൊണ്ട് വിഗ്രഹാരാധനയുടെ എല്ലാ അവശേഷിപ്പുകളും നീക്കിക്കളയണം. അതിൽ നിന്ന് മാറണം. അങ്ങോട്ട് തിരിയുക പോലും ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യണമെന്നറിയാം? നമുക്ക് ജീവിക്കാൻ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ കുരിശും കർത്താവിൻ്റെ കുരിശിലെ ബലിയും കുംഭസാരവും കൂദാശകളും ജപമാലയും പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥതയും നമുക്ക് വിശുദ്ധരുടെ കൂട്ടായ്മയും എല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ആചാരങ്ങളെല്ലാം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ.
മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ദൈവം ഈ ലോകത്ത് രക്തസാക്ഷികൾ ഉണ്ടായത് പരിശുദ്ധ കുർബാനയും യേശുവിൻ്റെ കുരിശും മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ച അവിടെയാണ് രക്തസാക്ഷിത്വം വരിക്കാൻ പോലും വിശ്വാസമുള്ള വീരന്മാരും വീരവനിതകളും രൂപപ്പെട്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ബാക്കി നമ്മുടെ ഹൃദയത്തെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ തൃശ്ശൂർ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അനേകായിരങ്ങളെ സ്പർശിക്കും. ഈ ഒരൊറ്റ കാര്യത്തിൽ ഇന്ന് അനുദപിച്ച് തീരുമാനം എടുക്കണമെന്നറിയാം, എൻ്റെ കർത്താവിനല്ലാതെ വേറെ ഒന്നിനും സ്ഥാനമില്ല. എല്ലാം നല്ലതാണ്. എൻ്റെ ഈശോയ്ക്ക് എനിക്ക് പരിശുദ്ധ കുർബാനയോടുള്ള ബന്ധം എന്താ? ഞാൻ പള്ളിയിൽ എപ്പോഴാണ് പോണേ? ഞാൻ കുർബാനയ്ക്ക് നിന്ന് ദൈവത്തെ ഹൃദയം നൊന്ന് ആരാധിക്കുന്ന ഒരാളാണോ? ഞാൻ കുമ്പസാരിക്കുന്ന ഒരാളാണോ? ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ കുരിശിലെ രക്ഷ സ്വീകരിക്കുന്ന ഒരാളാണോ? ഇത് മതി, അത് മതി, അത് ശ്രദ്ധിക്ക്, അതിന് വില കൊടുക്ക്. അതിന് എന്ത് മനോഹരമായൊരു കുർബാന പുസ്തകം, എന്ത് മനോഹരമായൊരു കുർബാനയുടെ ക്രമം, അത് പഠിക്കെടുത്ത് പാട്, പ്രാർത്ഥിക്ക്. എന്തോ ഒരു പവറാണ് അതിനകത്ത്. പറഞ്ഞേ ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയാതെ ഇങ്ങനെ നടക്കുകയാണ്. താൽക്കാലിക അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോയി എൻ്റെ പൊന്നു മക്കളെ, ദൈവത്തിൽ നിന്ന് അകന്ന് പോകരുത്. അതുകൊണ്ടെന്താ പറയുക, മന്ത്രവാദികളും ആഭിചാരകന്മാരും ചാത്തൻ സേവാ മഠങ്ങളും ഈ അങ്ങനെയുള്ള സകല എണ്ണവും ഈ ദേശത്തെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഒരൊറ്റ എണ്ണ ആ വഴിക്ക് തിരിയുക പോലും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെന്നെ വെറുത്തോളൂ. എന്നാലും എനിക്ക് ഇത് പറയാതെ പോകാൻ പറ്റില്ല. നിങ്ങളെന്നെ വെറുത്തോളൂ, എന്നെ കല്ലെറിഞ്ഞോളൂ, ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ കാല് തല്ലി ഒടിച്ചോളൂ, എനിക്കൊരു ചുക്കുമില്ല. നിങ്ങളെന്നെ കൊന്നോളൂ, എനിക്കൊന്നുമില്ല. അത്രയും നേരത്തെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പോകും. പക്ഷെ ഞാനിത് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തലമുറകളെ വെച്ച് വിലപേശരുത്. നിങ്ങളുടെ മക്കളെയും തലമുറകളെയും വെച്ച് വിലപേശരുത് ഈ മന്ത്രവാദത്തിൻ്റെ പുറകെ പോയിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും തലമുറകളെയും വെച്ച് വിലപേശരുത്. എത്രയോ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? അതായത് ഈ കുടുംബം മുഴുവൻ, തറവാട് മുഴുവൻ ക്ഷയിച്ച് തകർന്നില്ലാതായി. പിശാചിൻ്റെ കൂട്ടുപിടിക്കാൻ പോയതാണ്, പിശാചിൻ്റെ പുറകെ പോയതാണ്. മരിക്കേണ്ടി വന്നാൽ പോലും യേശുവിനെ വിട്ട് ഒരു വഴിക്ക് പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ അവിടെ വരുന്ന ആ സ്ഥലത്ത് കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിയമാവർത്തനം 18 പറയുകയാണ്, അവിടെ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എത്തുന്ന ആ സ്ഥലത്ത് അവിടെയുള്ള ദുരാചാരങ്ങൾ അനുകരിക്കാൻ പാടില്ല. വായിച്ച വചനം നിയമാവർത്തനം 18 18:9 നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, ഉറക്കെ വായിക്ക്, പ്രാസനികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശവിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എസെക്കിയേൽ 13:20 എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. എസെക്കിയേൽ 13:20 വായിക്കാം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാവരും എടുത്ത് എസെക്കിയേൽ 13:20 വായിക്കാം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാനത് പൊട്ടിച്ചു കളയും. മന്ത്രച്ചരടുകൾ, തകിടുകൾ, ഏലസുകൾ പൊട്ടിച്ചെറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകണം മന്ത്രച്ചരടുകൾ. മനസ്സിലായോ? അരയിലും കയ്യേലും ഒക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് തപ്പി നോക്കണം. മന്ത്രച്ചരടുകൾ പൊട്ടിച്ചെറിയണം. അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകണം. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഓരോന്ന് ഇങ്ങനെ ശരീരത്തിലൊക്കെ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം കർത്താവ് പറയുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനമാണല്ലോ, ഇതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ നിങ്ങളെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എസെക്കിയേൽ 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. എസെക്കിയേൽ 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. എസെക്കിയേൽ 14:1 മുതൽ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ചിലർ വന്ന് എൻ്റെ മുമ്പിലിരുന്നു. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര,
ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? അതായത് ഇങ്ങോട്ട് നോക്ക്. ഹലോ, ലുക്ക് അറ്റ് മീ. ചായ വല്ലതും വേണോ? വേണ്ട, നോക്കണേ. അതായത് ദൈവമായ കർത്താവിൻ്റെ അടുത്ത് ഉപദേശം ആരായാൻ വേണ്ടി, ദൈവഹിതം തിരക്കാൻ വേണ്ടി പ്രവാചകന്റെ അടുത്ത് ഇസ്രായേലിലെ കുറച്ച് ശ്രേഷ്ഠന്മാർ വന്നു. അപ്പൊ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്? ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എന്താണ് ഉത്തരം പറയേണ്ടത്? മറുപടിയായി ദൈവം പറയുന്നു, നിന്റെ മുമ്പിലിരിക്കുന്ന ശ്രേഷ്ഠന്മാരുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളിരിപ്പുണ്ട്. അതുകൊണ്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? ദൈവത്തിൻ്റെ ഹിതം കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തി തരില്ല. വഴിതെറ്റും, എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോവും, എടുക്കുന്ന സ്റ്റെപ്പുകൾ പാളും. വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ വെക്കരുത്. ദൈവത്തിൻ്റെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്തും. നിങ്ങൾ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക. ബലിപീഠത്തിൽ കെട്ടിയിട്ട ഒരു ജീവിതത്തെയും തൊടാൻ പോലും പിശാചിനോ അവൻ്റെ അംഗരക്ഷകന്മാർക്കോ ശക്തിയില്ല എന്ന് നിങ്ങൾ അറിയണം. ബലിപീഠത്തിൽ കെട്ടിയിട്ടതിനെ തൊടാൻ സാത്താന് ശക്തിയില്ല. ബലിപീഠത്തെ കെട്ടിയിടണം. പറഞ്ഞ ഹല്ലേലൂയാ. ബലിപീഠത്തിന്റെ വളർക്കോണുകളിൽ പിടിക്കുന്ന കുറ്റവാളിയെ തൊടാൻ പാടില്ല എന്ന് പഴയ നിയമത്തെ നിയമമുണ്ട്. ബലിപീഠത്തിന്റെ വളർക്കോണ്, അതായത് കാളയുടെ കൊമ്പ് പോലെ ഈ ബലിപീഠത്തിന്റെ നാല് ഭാഗത്തും ഇങ്ങനെ ഒരു ഹോൺ, HON ഹോൺ, കൊമ്പ് കാളയുടെ കൊമ്പ് പോലെ. അത് ബലിപീഠത്തിന്റെ. അതെന്തിനെന്നറിയാമോ? ഈ പുരോഹിതന്മാർ ബലിപീഠം എടുത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അതിങ്ങനെ കമ്പിട്ട്, ഒരു കൊളുത്ത് പോലെ ഉണ്ട്, അതിനകത്ത് കമ്പിട്ട് അവരിങ്ങനെ തൂക്കി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ബലിപീഠത്തിന്റെ വളർക്കോണുണ്ട്, ഇത് കാളയുടെ കൊമ്പ് പോലെ. അപ്പോൾ ഒരുത്തൻ ഒരു കുറ്റം ചെയ്തിട്ട് അവൻ ഓടി വന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചാൽ പിന്നെ അവനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു നിയമം. ബലിപീഠത്തിൽ കെട്ടിയിട്ട ജീവിതങ്ങളെ സാത്താന് തൊടാൻ പറ്റില്ല. നിങ്ങൾ വേറെ എവിടെങ്കിലും കൊണ്ട് കെട്ടരുത്. മന്ത്രവാദിയുടെ അടുത്തോ, ആഭിചാരക്കാരൻ്റെ അടുത്തോ, വിഗ്രഹാരാധകരുടെ അടുത്തോ, മറ്റേതെങ്കിലും ദുരാചാരങ്ങളിലോ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി കെട്ടരുത്. കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. കൊണ്ടുപോയി ദുരാചാരങ്ങളിൽ കൊണ്ട് തലമുറയെ കെട്ടിയിടരുത്. ബലിപീഠത്തിൽ കൊണ്ട് കെട്ടിയിട്, പരിശുദ്ധ കുർബാനയെ കൊണ്ട് കെട്ടിയിട്, ദേവാലയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ഇവിടെ പറയുകയാണ്, മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? ആകയാൽ നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വായിച്ചോളുക. വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും കൺമുമ്പിൽ തന്നെ വെച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായി ഞാൻ തന്നെ ഉത്തരം തരും. വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണത്. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കളെ കൺമുമ്പിൽ വെക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് അകലുന്ന ഏതൊരുവനും, അവൻ ഇസ്രായേൽ ഭവനാംഗമോ ഇസ്രായേലിൽ പാർക്കുന്ന പരദേശിയായാലും, ഒരു പ്രവാചകന്റെ അടുത്ത് എന്ന് എൻ്റെ ഹിതം ആരാഞ്ഞാൽ ഞാൻ തന്നെ, കർത്താവായ ഞാൻ തന്നെ അവന് മറുപടി കൊടുക്കും. എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത് അറിയാമോ? ദൈവം തെറ്റിച്ച് പറയുമെന്ന്. പ്രവാചകന്റെ നാവിനെ ദൈവം വളച്ചൊടിക്കുമെന്ന്, തെറ്റിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ദൈവം വഴി തെറ്റിച്ച് വിടുമെന്ന്. വിഗ്രഹം വെച്ചിട്ട് ദൈവത്തിന് അടുത്ത് വന്നാൽ. പറഞ്ഞേ ഹല്ലേലൂയാ. 9-ാമത്തെ വാക്യം, പ്രവാചകൻ വഞ്ചിതനായി ഉത്തരം നൽകിയാൽ കർത്താവായ ഞാൻ തന്നെയാണ് ആ പ്രവാചകനെ വഞ്ചിച്ചത്. കണ്ടോ? വിഗ്രഹം വെച്ചിട്ട്, വിഗ്രഹാരാധനയും വെച്ചിട്ട് ധ്യാനത്തിന് പോയി. എന്നിട്ട് കൗൺസിലിങ്ങിന് എന്നിട്ട് പറഞ്ഞു, എന്നാ ബ്രദറെ ചെയ്യണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ബ്രദർ ഒരു ഉത്തരം പറഞ്ഞു. കർത്താവ് പറയണെന്നറിയാം, ആ പ്രവാചകനെ ഞാൻ വഞ്ചിക്കും. പ്രവാചകന്റെ കുറ്റം കൊണ്ടല്ല, വിഗ്രഹം വെച്ചിട്ട്, വിഗ്രഹം എടുത്തു മാറ്റാതെ, വിഗ്രഹാരാധന മാറ്റാതെ, ദൈവത്തിനൊന്നും സ്ഥാനം കൊടുക്കാതെ കാര്യം നടക്കാൻ വേണ്ടി
പ്രവാചകരെ സമീപിക്കുന്ന സകലരെയും ദൈവം തന്നെ വഴിതെറ്റിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാര്യസാധ്യത്തിന് വേണ്ടി അവിടെ മന്ത്രവാദിയുടെ അടുത്ത് പോവും, ഇവിടെ കൗൺസിലിംഗുകാരുടെ അടുത്തും പോവും. വിഗ്രഹം മാറ്റാൻ തയ്യാറല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിലേക്ക് ഹൃദയം വെക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ജ്ഞാനത്തിന്റെ പുസ്തകം 13-ാം അധ്യായം. ജ്ഞാനത്തിന്റെ പുസ്തകം 13-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ പറയുകയാണ്, ജ്ഞാനത്തിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം 10. സ്വർണം വെള്ളി ഇവയിൽ നിർമ്മിച്ച രൂപങ്ങളെയോ മൃഗങ്ങളുടെ രൂപങ്ങളെയോ പണ്ടെങ്ങോ നിർമ്മിച്ച നിരുപയോഗമായ ശിലയെയോ ദേവന്മാരാക്കി നിർജീവമായ അവയിൽ പ്രത്യാശ അർപ്പിക്കുന്നവന്റെ നില ശോചനീയമാണ്. അവന്റെ നില ശോചനീയമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ഹൃദയം അകറ്റിക്കളഞ്ഞാൽ അവൻ്റെ അവസ്ഥ ദയനീയമാണ്. ദയനീയം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം ഒന്നുകൂടെ എടുക്കാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കാം. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിത്. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക്, അതായത് ഈ വിഗ്രഹാരാധന, ഈ 1-ാം പ്രമാണ ലംഘനം ചെയ്യുന്ന പിതാക്കന്മാർക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അതായത് വിഗ്രഹാരാധനയുടെ പ്രത്യേകത കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. വിഗ്രഹാരാധനയുടെ പ്രത്യേകത ഇത് 3-4 തലമുറ വരെ ഇതിൻ്റെ തിന്മകൾ തലമുറയെ വേട്ടയാടും. ഇത് എൻ്റെ അഭിപ്രായമല്ല, ഇത് ദൈവവചനമാണ്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, 3-4 തലമുറ വരെ യേശുക്രിസ്തുവിൻ്റെ രക്ഷ നമ്മൾ സ്വീകരിച്ച് കർത്താവിൻ്റെ സ്വന്തമായി മാറി ശാപബന്ധനങ്ങൾ അഴിഞ്ഞു മാറാതിരുന്നാൽ ഇതെന്തിന് തലമുറയിൽ വെറുതെ ഇത് ശാപമായിട്ട് വന്ന് നിറയും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വായിച്ചേ 16-ാം സങ്കീർത്തനം. ഞാൻ പെട്ടെന്ന് നിർത്താം. മടുത്താലും മടുത്തില്ലെന്നേ പറയാവൂ. മടുത്തോ? അങ്ങനെ പറയാവൂ കേട്ടോ. ഓക്കെ, വായിച്ചേ 16-ാം സങ്കീർത്തനം 1 മുതൽ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന്. അതായത് എന്ത് നന്മ വന്നാലും ദൈവമേ അത് അങ്ങിൽ നിന്നാണ്, വേറെ ആരിൽ നിന്നുമല്ല വരുന്നത്. ദൈവമാണ് എല്ലാ നന്മ. യാക്കോബ് പറയുന്നുണ്ട്, മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പിതാവിൽ നിന്നാണ് വരുന്നത്. എല്ലാ സ്വർഗീയവും ഉത്തമവുമായ എല്ലാ ദാനങ്ങളും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പിതാവിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ ശപിക്കപ്പെട്ടവരാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ആ വഴിക്ക് പോകരുത്, തിരിയുക പോലും ചെയ്യരുത്. ഇതാണ് ദൈവമക്കൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം, അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം, എന്നോട് വായിക്ക്, അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിക്ക്, അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. 2 Korinthos 6-ാം അധ്യായം. 2 Korinthos 6-ാം അധ്യായം. മടുത്തോ? 2 Korinthos 6-ാം അധ്യായം. 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. 2 Korinthos 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ, ഉറക്കെ വായിക്ക്, ദൈവം അരുളി ചെയ്തിരിക്കുന്നു,
ഞാൻ അവരുടെ ഇടയിൽ ഞാൻ അവരിൽ വസിക്കുകയും ഞാൻ അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവരുടെ ജനമായിരിക്കും. അതുകൊണ്ട് ആകയാൽ, കണ്ടോ, ആകയാൽ എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ ഇത്? അതായത് ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിച്ച് നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമെങ്കിൽ വിഗ്രഹങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, വിഗ്രഹാരാധനയുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, മന്ത്രവാദവുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, ചാത്തൻ സേവാ മഠങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, പൈശാചിക പൂജകളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, അന്ധവിശ്വാസങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, ജാതകവും ജ്യോതിഷവും കണിയും നാളും തീയതിയും വാസ്തുവും നമുക്ക് ബാധകമല്ല. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ഭൂമി മുഴുവന്റെയും ദൈവമായ കർത്താവ് അവിടുന്നാണ്. നമുക്ക് എവിടെയും ജീവിക്കാം. ഭൂമി മുഴുവന്റെയും ദൈവമായ കർത്താവ് അവിടുന്നാണ്. നമുക്ക് ഏത് ദിശയിലും വീട് വെക്കാം. പറഞ്ഞ ഹല്ലേലൂയ. ഭൂമി മുഴുവന്റെയും ദൈവമായ കർത്താവ് അവിടുന്നാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലമോ എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിലെ സ്ഥലത്തിന് പ്രശ്നം ഉണ്ടാവാം, സ്ഥലത്ത് ചിലപ്പോൾ അന്ധകാരം ഉണ്ടാവാം, സ്ഥലത്ത് ചിലപ്പോൾ രോഗപീഠ ഉണ്ടാവാം. ദൈവത്തെ വിളിച്ചിറക്കണം. ദൈവത്തെ, കർത്താവിനെ ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം, കർത്താവിനെ വിളിക്കണം. ദൈവം അവിടെ ഇറങ്ങി വരും. പറഞ്ഞ ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്നാൽ പിന്നെ എന്താ അന്ധകാരമുള്ള? ദൈവം ഇറങ്ങി വന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. ഒരു പ്രിയ മക്കളെ, ഇന്ന് നമുക്ക് ആരാധനയിൽ ഈ മേഖല കർത്താവിനോട് മാപ്പ് ചോദിക്കാം. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഉന്മത്തരെ പോലെ, ലഹരി പിടിച്ചവരെ പോലെ നിങ്ങൾ ഇവിടുന്ന് പോകണം. കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞിട്ട് അങ്ങനെ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ആനന്ദത്തോടെ നിങ്ങൾ മടങ്ങിപ്പോണം. നിങ്ങളെ തൊടാൻ ഒരു മനുഷ്യനും പറ്റില്ല, നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിശാചിനും ഒന്നും ചെയ്യാൻ, 7 അയലത്ത് പോലും എത്താൻ സാത്താന് പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ എന്തെന്നറിയാം, നമ്മൾ ഈ മേഖലയിൽ വന്ന എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കണം. ഇപ്പം നമ്മളോ നമ്മുടെ പൂർവികരോ അന്യദൈവ ആരാധന, പൂജകൾ, അങ്ങനെയുള്ള ആരാധനകൾ, അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ ഇന്ന് ഈ ആരാധനയിൽ ഇവിടെ വെച്ച് യേശുവിനോട് മാപ്പ് ചോദിക്കണം. ഇപ്പം മാപ്പ് ചോദിക്കണം. ഞാൻ ആരാധനയുടെ സമയത്ത് അത് പറയും. മന്ത്രവാദം, ആഭിചാരം, വെച്ച് പൂജകൾ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, ഇതിലൊക്കെ വിശ്വാസി പോയിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലുമൊക്കെ ദുരാചാരങ്ങളിൽ പോയി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വിശ്വാസി ഇന്നത് മുറിക്കണം, കർത്താവിനോട് ഇന്ന് മാപ്പ് ചോദിക്കണം, യേശുവിലേക്ക് തിരിയണം. ശക്തമായ ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടും. അത് നമ്മൾ മനസ്സിലായി, താങ്ങാൻ പറ്റാത്ത ദൈവശക്തി ഇറങ്ങി വരും. ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ യേശുക്രിസ്തുവിൻ്റെ പിതാവ്, വിശ്വാസി ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ശക്തി മുഴുവൻ പോയത്, നമ്മളെ ആർക്കും കയറി മാന്താവുന്ന, ആർക്കും കയറി തോണ്ടാവുന്ന അവസ്ഥയിൽ നമ്മളായത് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ കൂടെ ദൈവമില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഏകാഗ്ര ഹൃദയത്തോടെ യേശുവിൻ്റെ കുരിശിനെ നിർഭയരായിരുന്നു പ്രവാചകന്മാർ, നിർഭയരായിരുന്നു അപ്പസ്തോലന്മാർ. കാരണം അവർക്കറിയാമായിരുന്നു, റോമാ ചക്രവർത്തിയായ സീസറോ, റോമാ ചക്രവർത്തിയായ നീറോയോ, ഡയോക്ലീഷ്യനോ, ക്ലോഡിയസോ, ഏത് ചക്രവർത്തി നേരെ നിന്നാലും അവനേക്കാൾ വലിയ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പത്രോസിനും പൗലോസിനും അറിയാമായിരുന്നു. കാരണം അവർ ഏകാഗ്ര ഹൃദയത്തോടെ യേശുവിനെ ശുശ്രൂഷ, പാദപൂജ ചെയ്ത ആളുകളാണ്. അവർക്ക് യേശുവായിരുന്നു ഏക ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമക്കളെ, അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വഴിപിഴക്കരുത്. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അനുദപിക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയാളൊരു പൂജ്യമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ ആടുകളെ മേയിച്ച് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. ഒരു മനുഷ്യൻ്റെ തലവര ദൈവം തിരുത്തി എഴുതാൻ പോകുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്, ഒരു തീയുടെ മുമ്പിൽ എത്തുമ്പോഴാണ്. വഴിമുട്ടി നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ പകച്ചു നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, വഴി കാണാതെ ഉഴറുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ഗതി കിട്ടാതെ അലയുന്ന ഏതൊരു പാഴ്ജന്മത്തിൻ്റെയും പ്രതീകമാണ് മോശ. അയാളുടെ തലവര മാറുന്നത് അയാൾ
ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്. ഇത് നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്നെ ഉയർത്തുന്ന അഗ്നിയാണ്. ഇത് നിന്നെ നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്റെ തല ഉയർത്തി നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ.